بسم الله الرحمن الرحيم إذا الشمس كورت وإذا النجوم انكدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت وإذا البحار سجرت وإذا النفوس زوجت وإذا الموءودة سئلت بأي ذنب قتلت وإذا الصحف نشرت وإذا السماء كشطت وإذا الجحيم سعرت وإذا الجنة أزلفت علمت نفس ما أحضرت. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരെ, സത്യാന്വേഷികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഈ സത്യദീനിൻ്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയുമാണ്. വ്യതിയാനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ വ്യതിയാനങ്ങളുടെയും വ്യതിചലിച്ച വ്യക്തികളുടെയും കക്ഷികളുടെയും ഗ്രൂപ്പുകളുടെയും ഒക്കെ ചരിത്രം വളരെ ഗൗരവ തരത്തിൽ വായിച്ച് മനസ്സിലാക്കേണ്ട, ശക്തമായ കരുതലുകൾ സ്വീകരിക്കേണ്ട ഒരു പിന്മുറക്കാരാണ് നമ്മൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുചരന്മാരും നമുക്ക് മാർഗമാക്കി വിട്ട, വരച്ചിട്ട ഋജുപാതയും സൽസരണിയും പിൽക്കാലത്ത് വ്യതിചലിച്ച കക്ഷികളും വ്യക്തികളും ഗ്രൂപ്പുകളുമൊക്കെ
അതിനെയേറെ മലിനമാക്കുകയും തങ്ങളുടെ ജഡികച്ചകളുടെ പൂർത്തീകരണത്തിനും സ്വാർത്ഥ താൽപ്പര്യങ്ങളുടെ നേട്ടത്തിനും ഈ ഋജുപാതയെ നന്നായി ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട്. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈദ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്. നബി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങൾ തിരുനബി വിട്ടയച്ച ഈ സൽസരണിയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ശുദ്ധ പ്രതലം, കളങ്കമോ കറയോ കലർപ്പോ ഇല്ലാത്ത ഋജുവായ ഒരു നേർപദം, അതിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത്. അതിൻ്റെ രാവും പകലും ഒരുപോലെ എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ തപ്പാൻ, മങ്ങിയ വെളിച്ചത്തിൽ പ്രയാസപ്പെടാൻ അതിലൊന്നുമില്ല. അവിധം ഒരു ശുദ്ധ പ്രതലം, അതാണ് ഇസ്ലാം. അതിലാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ വിട്ടയച്ചത്. നാശകർത്തത്തിലേക്ക് സ്വയം എടുത്ത് ചാടിയവനല്ലാതെ അതിൽ നിന്ന് മാർഗഭ്രംശിയാകുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടയച്ച ഈ അൽ മഹജ്ജത്തുൽ ബൈദ എന്ന് പറയുന്ന സൽസരണി, നേർപദം, ഈ ശുദ്ധമായ പരിപാവനമായ ഈ ദീൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മുന്നറിയിപ്പുകളും താക്കീതുകളും അതനുസരിച്ച് തൽപര കക്ഷികളും തന്നിഷ്ടക്കാരും വിളഞ്ഞാടി ആ ശുദ്ധപ്രതലം അതിൽ കലർപ്പ് വീഴ്ത്തി കളങ്കമറ്റ പ്രസ്തുത വേദിയെ മലിനപ്പെടുത്തി തിരുവിയോഗത്തിന് ശേഷം, സഹാബത്തിന്റെ കാലഘട്ടത്തിനു ശേഷം ദേഹേച്ഛകളും തന്നിഷ്ടങ്ങളും ബിദ്അത്തുകളും കൊണ്ടുവന്ന് അതിനെ മലീമസപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞു: അന്നുജൂം ആമനത്തുൽ ലിസ്സമാ ഫഇദാ ദഹബത്തിൻ നുജൂമു അതത്തി സമാ മാ തുഅദ് അന ആമനത്തുൽ ലിഅസ്ഹാബി ഫഇദാ ദഹബ്തു അതാ അസ്ഹാബി മാ യുഅദൂൻ വഅസ്ഹാബി ആമനത്തുൽ ലിഉമ്മത്തി ഫഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മത്തി മാ യുഅദൂൻ. എന്താ തിരുനബി പറഞ്ഞത്? നക്ഷത്രങ്ങൾ ആകാശത്തിന് നിർഭയത്താണ്. നക്ഷത്രങ്ങൾ ബലക്ഷയമേറ്റ് ആകാശത്തിൽ നിന്ന് ഉതിർന്നു വീഴുന്ന അവസ്ഥ വന്നാൽ ആകാശത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടത് ആകാശത്തിന് വരികയായി എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നക്ഷത്രം ഉതിർന്നു വീഴുക? ഇദസ്സമാഉ ഇൻഷഖത്, അതേപോലെ വഇദൻ നുജൂമു ഇൻകദറത് വഇദൽ കവാകിബു ഇൻതസറത് എന്നൊക്കെ പറഞ്ഞേ, അതെപ്പോഴാ? അന്ത്യനാൾ സംഭവിച്ചാലാണ്. നക്ഷത്രങ്ങൾ അവിടുന്ന് വീണാൽ പോയാൽ ആകാശത്തിന് ബലക്ഷയം സംഭവിച്ച് അന്ത്യനാൾ സംഭവിക്കായി. തിരുനബി പറഞ്ഞത്, എൻ്റെ സഹാബത്തിന് ഞാൻ നിർഭയത്വമാണ്. തിരുദൂതർ ഇവിടെ ജീവിക്കുന്ന കാലം അത്രയും സഹാബത്തിന് തിരുദൂതർ നിർഭയത്വം എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കില്ല, യുദ്ധങ്ങൾ ഉണ്ടാവില്ല. അവർക്ക് പ്രശ്നങ്ങൾ വല്ലതും വരികയാണെങ്കിൽ അതിന് വിധി തീർപ്പിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കിടയിലുണ്ട്. പക്ഷെ തിരുദൂതരുടെ വഫാത്തിന് ശേഷം
അതുവരെ ഉണ്ടാകാത്ത ചില പ്രശ്നങ്ങൾ സഹാബികൾക്കിടയിലുണ്ടായി. തിരുദൂതർ പറഞ്ഞു, അസ്ഹാബി അമനത്തുല്ലി ഉമ്മത്തി, എൻ്റെ സഹാബത്ത് ഇവിടെ എൻ്റെ ഉമ്മത്തികൾക്ക് നിർഭയത്താണ്. സഹാബികളുള്ള കാലഘട്ടത്തിൽ ഉമ്മത്തികളിൽ അന്യ മതക്കാരുടെയും അന്യ സംസ്കാരങ്ങളുടെയും അഴിഞ്ഞാട്ടുണ്ടായിരുന്നില്ല. അവരുടെ മേൽക്കോയ്മയും ഉണ്ടായില്ല. ജഡികാച്ചകളും വിദഗ്ധകളും അന്ന നീണാൾ വാണില്ല. കാരണം അതിനെ ഒതുക്കുവാനും അതിൽ വിധി തീർപ്പ് പറഞ്ഞ് മുന്നറിയിപ്പേകുവാനും അന്ന് സഹാബത്തുണ്ടായിരുന്നു. തിന്മയാണ് എന്ന് വേർതിരിച്ച് വിധി പറയുവാൻ ഇവിടെ സഹാബികൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എൻ്റെ സഹാബത്ത് പോയാൽ എൻ്റെ ഉമ്മത്തിന് അവർ വാഗ്ദാനം ചെയ്യപ്പെടുന്നത് വരികയായി എന്ന് പറഞ്ഞാൽ, സഹാബത്തിന്റെ വിയോഗത്തോടു കൂടി പല സംസ്കാരങ്ങളും കടന്നു വന്നു, പല ചിന്തകളും കടന്നു വന്നു. ദർശനങ്ങൾ പലതും ഇസ്ലാമിക മേൽക്കുപ്പായിട്ട് ഇസ്ലാമികന്റെ ശത്രുക്കൾ ഇസ്ലാമിലേക്ക് കൊണ്ടെത്തിക്കുന്നതായ ദുസ്ഥിതി സംജാതമായി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പാണ്. ഖൈറു ഉമ്മത്തി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും നല്ല തലമുറ എൻ്റെ തലമുറ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത് സഹാബത്തിന്റെ തലമുറയാണ്. ആ തലമുറ 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി 1-ാം നൂറ്റാണ്ട് മറികടന്ന് 2-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ചവർ തുലോം കുറവാണ്. സഹാബത്ത് മിക്കരും അത് 1-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതി അതിൻ്റെ ആ കാലഘട്ടത്തോടു കൂടി അസ്തമിക്കുകയാണ്. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് ചെയ്ത താക്കീതേകിയ അന്ത്യനാളിന്റെ അടയാളം എന്നോണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ച അനുസ്മരിച്ച പിഴച്ച ചിന്തകളുടെയും ബിദ്അത്തുകളുടെയും ഒക്കെ കടന്നുകയറ്റുണ്ടായി. ഖദറിനെ നിഷേധിക്കുന്നവർ ഇറാഖിൽ ജനിച്ചു. അതേപോലെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട് അവന്റെ നാമങ്ങളുമായി ബന്ധപ്പെട്ട് വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഗൈബിയാത്ത് അദൃശ്യ കാര്യങ്ങൾ, ഈ വിഷയങ്ങളിലൊക്കെ നാക്ക് നീട്ടി സംസാരിക്കുന്ന സ്ഥിതിവിശേഷം സംജാതായി. സംസാരത്തിന്റെ പ്രത്യേകത അള്ളാന്റെ നാമങ്ങൾ, അള്ളാന്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ സത്ത, അതേപോലെ ഗൈബിയായ കാര്യങ്ങൾ, അദൃശ്യ കാര്യങ്ങൾ, ഖലാ ഖദർ, ഇതൊക്കെ ദീനിൽ പറയപ്പെട്ട വിഷയങ്ങളാണ്. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വചനങ്ങൾ, പ്രമാണങ്ങൾ വന്ന വിഷയങ്ങളാണ്. അപ്പൊ എന്തായാലും സംസാരിക്കുന്നതിൽ പ്രശ്നം? പ്രമാണബദ്ധമായി സംസാരിച്ചാൽ മതി. പക്ഷെ സംസാരത്തിന്റെ രീതി മാറി, റൂട്ട് തെറ്റി, വഹയിനെ വിഗണിച്ച് റഈനെ മുഖവിലക്കെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ വീക്ഷണങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങി. ബുദ്ധിയുടെ വീക്ഷണങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി പ്രമാണങ്ങൾ അപ്രസക്തമാക്കി അതിന് പരിഗണന നൽകാത്ത സ്ഥിതിവിശേഷം സംജാതായി. അത് മഹാ അപകടം വരുത്തി വെച്ചു. ജഅദ് ബിനു ദിർഹമും ജഹ്മ് ബിനു സഫ്വാനും ഒക്കെ പ്രമാണങ്ങളെ പരിഹസിക്കുന്നിടത്തേക്കും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതിനെ പരസ്യമായി തള്ളി പറയുന്നതിലേക്കും എത്തിച്ചേർന്നു. കല്ലമല്ലാഹു മൂസ തക്ലീമ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് അള്ളാഹു സംസാരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സംസാരിച്ച അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഗ്രന്ഥത്തിൽ പറയുമ്പോൾ അള്ളാഹു മൂസയോട് സംസാരിച്ചിട്ടില്ല എന്ന് പറയുവാൻ ധാർഷ്ട്യം കാണിക്കുകയുണ്ടായി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു തന്റെ ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖലീലായി സ്വീകരിച്ച അള്ളാഹു പറയുമ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു ഖലീലായി സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാൻ മാത്രം ധാർഷ്ട്യം അത് ഈ വീക്ഷണഗതിക്കാർക്കുണ്ടായി.
കല്ലമ എന്ന് പറഞ്ഞാൽ സംസാരിച്ചു എന്നർത്ഥം. കല്ലമക്ക് വേദനിപ്പിച്ചു എന്ന് അർത്ഥം പറയും. വേദനിപ്പിച്ചു എന്നർത്ഥം പറയും. അങ്ങനെ അർത്ഥം പറയും, വേദനിപ്പിച്ചു. അള്ളാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് സംസാരിച്ചു എന്നുള്ളിടത്ത് അവിടെ കല്ലമക്ക് വേദനിപ്പിച്ചു എന്ന് അർത്ഥം പറഞ്ഞവരും ഉണ്ട് ബിരുദന്മാരിൽ. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇൽമുൽ കലാം ഒരു വ്യതിയാന കക്ഷിയാണ്. ഇസ്ലാമിൽ വ്യതിയാനത്തിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഷിയാക്കളുടെ ചരിത്രം നമുക്കറിയാം. ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ച കക്ഷിയാണ് ഷിയാക്കൾ. അവരുടെ വ്യതിയാനവും അവർ വ്യതിചലിച്ച് നബി കുടുംബത്തെ ആദരിക്കുക എന്ന പേരിൽ അവരെ ആരാധിക്കുന്ന സ്ഥിതിയിലേക്ക് വളർന്നു. അവരെ ആദരിക്കുവാൻ സഹാബത്തിനെ അവർ ഇകഴ്ത്തി ആക്ഷേപിച്ചു. സഹാബത്തിൽ വലിയൊരു വിഭാഗത്തെ ഇസ്ലാമിന്റെ പരിധിയിൽ നിന്ന് പുറത്തു നിർത്തി. ഖവാരിജുകൾ വന്നു, വ്യതിചലിച്ച കക്ഷിയായി. ഖവാരിജുകൾ അവരുടെ ആശയങ്ങളെ പ്രചരിപ്പിച്ചു. നബി കുടുംബത്തോടുള്ള ശത്രുത അവർ വലിയ വിഷയാക്കി. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് വരെ യുദ്ധം ചെയ്യുവാൻ അവർ വാളോങ്ങി. നബി കുടുംബത്തെ അവർ കാഫിറാക്കി. നബി കുടുംബത്തെ അനുകൂലിക്കുന്ന സഹാബത്തിനെ അവർ കാഫിറാക്കി. അലി ഇബ്നു അബി താലിബ്, അബൂ മൂസ അൽ-അശ്അരി, മുആവിയ ഇബ്നു അബി സുഫിയാൻ, അംർ ബിൻ ആസ് റളിയല്ലാഹു അനിൽ ജമീഅ, ഇവരെല്ലാവരും നമ്മളൊരു പ്രശ്നം ഒഴിവാക്കി മുതിർന്ന സഹാബികളെ വിളിച്ചു വരുത്തി നമുക്കൊരു സന്ധിയിലൂടെ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാമെന്നൊരു തീർപ്പെടുത്തപ്പോൾ ഖവാരിജുകൾ വിധികർത്തൃത്വം അള്ളാഹുവിന് മാത്രമല്ലേ, ഇവരെങ്ങനെ ആളുകളെ വിധികർത്താക്കളാക്കി എന്ന് പറഞ്ഞ് ഈ 4 സഹാബികളെയും അവരെ അനുകൂലിച്ച മുഴുവൻ സഹാബികളെയും ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു നിർത്തി. വ്യതിയാന പ്രവണതകൾക്കുള്ള ഊക്ക് വ്യക്തികളിലും കക്ഷികളിലും വളർന്ന് പോഷിച്ച് ഈ ഉമ്മത്തുൻ വാഹിദ, ഒരൊറ്റ സമുദായം അല്ലെങ്കിൽ സമുദായം അത് വിവിധ കക്ഷികളായി ധ്രുവീകരിക്കപ്പെടുന്ന ദുസ്ഥിതിയിലേക്ക് ഹിജ്റയുടെ 2-ാം നൂറ്റാണ്ട് സാക്ഷിയായി. ബിദഈ കക്ഷികളുടെ പല നേതൃത്വത്തെയും അന്നത്തെ ഭരണാധികാരികൾ തച്ച് കെടുത്താനും അവരിൽ ദുനിയാവിൽ നിന്ന് യാത്രയാക്കേണ്ടവരെ യാത്രയാക്കാനും ഒരുമ്പെട്ടെങ്കിലും ഇത് തകർന്നു കാണുവാൻ ഉറക്കമളച്ചിരിക്കുന്ന ശക്തികൾ ഉണ്ടായിരുന്നു. പല സംസ്കാരങ്ങളും ഏറ്റി ഇതിനകത്ത് കടന്നുകൂടിയിരുന്ന പല പിൽക്കാലക്കാരും ഉണ്ടായിരുന്നു. ജൂതന്മാർ, അബ്ദുല്ലാ ഇബ്നു സബ എന്ന് പറയുന്ന ഒരു ഇബ്നു സൗദ, കറുത്ത പെണ്ണിന്റെ ഒരു മകനെ ഇസ്ലാമിന്റെ കുപ്പായം ധരിപ്പിച്ച് മുസ്ലിം നാടുകളിലേക്ക് ചില വിഷചിന്തകളുമായി പറഞ്ഞയച്ചു. അവൻ തന്റെ ചിന്തകൾ ഇസ്ലാമിക നാടുകളിൽ പ്രചരിപ്പിച്ചു കക്ഷികൾക്ക് ഊക്കുകൂട്ടി, വ്യതിയാനത്തിന് ആക്കം കൂട്ടി. ഇസ്ലാമിക ചരിത്രത്തിൽ ദാരുണമായ പല സംഭവങ്ങളും അരങ്ങേറിയത് നമ്മൾ വായിക്കുന്നുണ്ട്. ദാർശനികമായ വിപ്ലവവും അല്ലെങ്കിൽ ചിന്താ വിപ്ലവം, അത് വ്യതിയാനത്തിന് ഊക്കുകൂട്ടിയ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം അതെന്താ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അഷ്ശാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു വിഭാഗത്തെ കുറിച്ച് ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. ഹുക്മി ഫി അഹ്ലിൽ കലാം,
ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അഹ്ലുൽ കലാമിനെ കുറിച്ചുള്ള എൻ്റെ വിധി എന്താ? ഈ അഹ്ലുൽ കലാം എന്ന് പറഞ്ഞാൽ, അഹ്ലുൽ കലാം എന്ന് പറഞ്ഞാൽ ഫിലോസഫിയും ഇസ്ലാമിക ശരീഅത്തും കൂട്ടിക്കലർത്തി ദീൻ അവതരിപ്പിച്ച കക്ഷിയാണ്. എന്താ ഈ ഫിലോസഫി എന്ന് പറഞ്ഞ? ഫിലോസഫി എന്ന് പറഞ്ഞാൽ എന്താ? ഫൈലസൂഫ് എന്ന് പറഞ്ഞ, ഫലാസിഫ അല്ലെങ്കിൽ ഫൈലസൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൽസഫ എന്ന് പറഞ്ഞാൽ ഫൈല എന്ന് പറഞ്ഞ ഗ്രീക്ക് പദമാണ്. ഇമാം ഇബ്നു മൻദൂർ ഇബ്നു മൻദൂർ ലിസാനുൽ അറബിൽ പറഞ്ഞു, ഫൈലസൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൈല എന്ന് പറഞ്ഞെങ്കിൽ മുഹിബ്, ഇഷ്ടപ്പെടുന്നവൻ. സൂഫ എന്ന് പറഞ്ഞാലോ ഹിക്മത്ത്, യുക്തി ചിന്ത അല്ലെങ്കിൽ തത്വ ചിന്ത, അറിവ്. അപ്പോ മുഹിബുൽ ഹിക്മ, ഹിക്മത്തിനെ ഇഷ്ടപ്പെടുന്നവൻ എന്നാണ് ഫൈലസൂഫ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം. അത് ഒരു ഗ്രീക്ക് പദമാണ്. തത്വചിന്തയുടെ തുടക്കവും പ്രഭാവവും അതിന്റെ വളർച്ചയും അവിടുന്ന് തുടങ്ങിയത്. എവിടുന്ന്? ഗ്രീസിൽ നിന്ന്, യൂനാനിൽ നിന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രീക്ക് തത്വചിന്ത വായിക്കുമ്പോൾ സോക്രട്ടീസ്, അതേപോലെ തന്നെ പ്ലാറ്റോ, അഫ്ലാത്തൂൻ തുടങ്ങി പിന്നെ തത്വചിന്തയുടെ പിതാക്കന്മാർ അവിടുന്ന് എണ്ണണ്. ഫിലോസഫിയുടെ പ്രത്യേകത എന്താ? എന്താ ഫിലോസഫി എന്ന് പറഞ്ഞാൽ? ഫിലോസഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിയിലൂടെ മജ്ഹൂലായ സംഗതി അന്വേഷിക്കലാണ്. അജ്ഞമായതിനെ ബുദ്ധി കൊണ്ട് അന്വേഷിക്കുന്നതിനാണ് ഫിലോസഫി എന്ന് സാങ്കേതികമായി പറയാം. ഹിക്മത്ത്, യുക്തി, ജ്ഞാനം എന്നൊക്കെ അതിന് ഭാഷാപരമായ അർത്ഥം പറയുന്നെങ്കിലും ഫിലോസഫി എന്ന് പറയുന്നതിന്റെ വസ്തുതയും യാഥാർത്ഥ്യവും യുക്തിചിന്തല്ല, കേവല യുക്തിചിന്തല്ല. ഹിക്മത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഫിലോസഫി ഹിക്മത്താണ്. വിശുദ്ധ ഖുർആനിലും ഹിക്മത്ത് എന്ന് പറഞ്ഞിട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, യുഅല്ലിമുഹുൽ കിതാബ് വൽ ഹിക്മ, കിതാബും ഹിക്മത്തും പഠിപ്പിക്കുന്ന പ്രവാചകൻ. ഹിക്മത്ത് വമൻ യുതൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ഒരാൾക്ക് ഹിക്മത്ത് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കുറെ ഖൈർ നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഹിക്മത്താണ് എങ്കിൽ അത് ഖുർആൻ പ്രയോഗിച്ച ഒരു പദാണല്ലോ. അള്ളാഹു ഒരാൾക്ക് ഹിക്മത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് കുറെ ഖൈർ കിട്ടി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഹിക്മത്തുള്ളവരൊക്കെ നല്ല ഖൈറുള്ളവരാണ്. അപ്പൊ ഫിലോസഫി ഒരു ഖൈറുള്ള ഏർപ്പാടാണെന്ന് ആളുകൾ വിചാരിക്കും. പക്ഷെ ഹിക്മത്ത് ഖുർആൻ പറഞ്ഞതും ഇസ്ലാം വരച്ചതും ഗ്രീക്കിൽ നിന്ന് വളർന്നതും രണ്ടും രണ്ടാണ്. ഇസ്ലാമിൽ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹിക്മത്ത് പറഞ്ഞാൽ ഒന്നുകിൽ സുന്നത്ത്, കിതാബിനെ തുടർന്ന് സുന്നത്ത് ഹിക്മത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ സുന്നത്താണ്. ഹിക്മത്ത് മാത്രം പ്രയോഗിച്ചെടുത്തോ സവാബായ ഖൗലും സവാബായ ഫിഅലുമാണ്. ഒരാള് ശരി പറഞ്ഞാൽ അത് ഹിക്മത്താണ്, ശരി പ്രവർത്തിച്ചാൽ അത് ഹിക്മത്താണ്. ഒരു പ്രവൃത്തി വേണ്ട വിധം, വേണ്ടയിടത്ത്, വേണ്ട രീതിയിൽ പ്രവർത്തിച്ചാൽ അതിനെ ഹിക്മത്ത് എന്ന് പറയും. ഫിലോസഫി പറഞ്ഞിട്ട് ആളുകൾക്ക് തളർച്ച വരുന്നുണ്ടാ? പിന്നെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, ഫിലോസഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫൽസഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹിക്മത്താണ്, യുക്തിചിന്തയാണ് എന്നുള്ളത് കേവലം ഒരു മൊഞ്ചായ പ്രയോഗം മാത്രമാണ്. ഹിക്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഒന്നുകിൽ സുന്നത്താണ്, അല്ലെങ്കിൽ ഒരാൾ ശരിയായ വാക്ക് പറയുന്നു, ശരിയായ പ്രവൃത്തി അനുഷ്ഠിക്കുന്നുവെങ്കിൽ അത് ഹിക്മത്താണ്. ഒരാളുടെ സംസാരം അത് നല്ല രീതിയിലാണ്, അയാളുടെ ചെയ്തി നല്ല രീതിയിലാണ് എങ്കിൽ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്ത് നൽകി, അയാൾക്ക് ഖൈർ നൽകി എന്നാണ് അതിന്റെ അർത്ഥം. ആ ഉദ്ദേശത്തിലല്ല ഫൽസഫ. ഫൽസഫ എന്ന് പറഞ്ഞാൽ അൽ ബഹ്സു അനിൽ മജ്ഹൂൽ ബിതരീഖിൽ അഖൽ ഔ കമാ ഖീൽ.
ബുദ്ധിയുടെ മാർഗേണ മജ്ഹൂലായത്, അറിയപ്പെടാത്തത് അന്വേഷിക്കുക. കേവല ബുദ്ധി കൊണ്ട് അജ്ഞമായത് അന്വേഷിച്ച് നടക്കുന്നതിനാണ് ഫൽസഫ എന്ന് പറയുക. അതേപോലെ തന്നെ അറിവില്ലാത്ത വിഷയങ്ങളിൽ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടാൽ ബുദ്ധി കൊണ്ട് ആലോചിച്ച് മറുപടി പറയുന്നതിനാണ് ഫൽസഫ എന്ന് പറയുക. യഥാർത്ഥത്തിൽ ബുദ്ധി കൊണ്ട് അജ്ഞമായത് അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇസ്ലാമിൽ പല ഫിലോസഫിമാർ വന്നിട്ടുണ്ട്. ഇബ്നു സീന, ഇബ്നു റുഷ്ദ്, അതേപോലെ തന്നെ ഫാറാബി തുടങ്ങി കുറെ ഫിലോസഫേഴ്സ് ഇസ്ലാമിൽ എണ്ണപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ എന്താ സംഭവിച്ചത്? അവര് ബുദ്ധി കൊണ്ട് അന്വേഷിച്ചു. ആരെ അന്വേഷിച്ചു? തൗഹീദിനെ അന്വേഷിച്ചു, റിസാലത്തിനെ, നുബുവത്തിനെ അന്വേഷിച്ചു, പരലോകം അന്വേഷിച്ച് ബുദ്ധി കൊണ്ട്. എന്തില്ല? പ്രമാണല്ല. ബുദ്ധിയിലൂടെ അന്വേഷണം പോയി അവസാനം ഉള്ളി തോല് ഒളിച്ച മാതിരിയായി. മഹാ അപകടമാണ്. അതുകൊണ്ടാണ് ഇത്തരം ആളുകളൊക്കെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പ്രാമാണികരായ പണ്ഡിതന്മാർ പുറത്തു നിർത്തിയത്. നമ്മളിപ്പോ ഇബ്നു സീനനെ അവിസന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ബിശ്വകരനായി, അല്ലെങ്കിൽ പിന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവൊക്കെ ആയിട്ട് പറയും. പക്ഷേ പ്രാമാണികരായ പണ്ഡിതന്മാർ പലരും പല നിഷേധങ്ങളും പച്ചയായി ഇബ്നു സീന നടത്തിയത് കാരണത്താൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു നിർത്തിയിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ നമുക്ക് ഇനി ഇൻഷാ അല്ലാഹ് വരും. പറഞ്ഞു വരുന്ന എന്താണ്? കേവല ബുദ്ധിയിലൂടെ മജ്ഹൂലായത്, അതായത് മനുഷ്യ ബുദ്ധിക്ക് പ്രാപ്യമാകാത്ത വിഷയങ്ങൾ, മനുഷ്യർക്ക് അറിവില്ലാത്ത വിഷയങ്ങൾ അന്വേഷിക്കുന്ന അവസ്ഥ, അതാണ് ഫൽസഫ. ഇത് ആരെങ്കിലും സമ്മതിക്കുവോ? ഇസ്ലാമിൽ അങ്ങനെ ഒരു അന്വേഷണം ആരെങ്കിലും സമ്മതിക്കുവോ? ഇപ്പൊ അള്ളാഹുവിൽ വിശ്വസിക്കണം, മലക്കുകളിൽ വിശ്വസിക്കണം, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം, നബിമാരിൽ വിശ്വസിക്കണം, പരലോകത്തിൽ വിശ്വസിക്കണം, ഖളാ ഖദറിൽ വിശ്വസിക്കണം. ഒരു ഉദാഹരണം, കേവല ബുദ്ധി കൊണ്ട് ഖുർആൻ എടുക്കണില്ല, ഹദീസുകൾ എടുക്കണില്ല, കേവല ബുദ്ധി കൊണ്ട് എങ്ങനെയാണ് ഇതിലൊരു വിധി പറയാൻ? ഇതൊന്ന് വിശദീകരിക്കുക. എങ്ങനെ കേവല ബുദ്ധി ഉപയോഗിച്ച്? ആരെങ്കിലും സമ്മതിക്കുവോ? ആരും സമ്മതിക്കൂല. അപ്പോ വചനശാസ്ത്രത്തിന്റെ ആളുകൾ എന്ന് പറയും, ഇൽമുൽ കലാം, വചനശാസ്ത്രത്തിന്റെ ആളുകൾ അവരെന്ത് ചെയ്ത്? അവർക്ക് ഫിലോസഫർമാരായിട്ട്, ഫൈലസൂഫുമാരായിട്ട് ഒന്ന് രംഗപ്രവേശനം ചെയ്യണം. പക്ഷെ ഈ രീതിയിൽ രംഗപ്രവേശനം എന്ത് ചെയ്താൽ അത് ആരും സ്വീകരിക്കൂല. അവരെന്ത് ചെയ്ത്? കുറച്ച് ഫിലോസഫി എടുത്ത്, കുറച്ച് ശരീഅത്തും എടുത്ത്, ദീനും എടുത്ത്, എന്നിട്ട് അത് കൂട്ടിക്കലർത്തി. അപ്പൊ കുറച്ച് ആയത്തുകളും ഹദീസുകളും അവരുടെ അടുത്തുണ്ട്. അതിലേക്ക് എന്ത് ചെയ്ത്? ഈ ഫിലോസഫി ചേർത്ത് നല്ല വിളയിലേക്ക് ഈ കള അങ്ങോട്ട് ചേർത്തിട്ട് അവരെന്ത് ചെയ്ത്? കൂട്ടിക്കുഴച്ച്. അതിനാണ് ഇൽമുൽ കലാം എന്ന് പറയാം. നമ്മൾ കേൾക്കാറുണ്ട് ഇൽമുൽ കലാമിന്റെ ആളാണ് മൂപ്പര്, ഇൽമുൽ കലാമിന്റെ ആളാണ് എന്ന് പറയും. എന്താ ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ? ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ ഇതാണ്, ശരീഅത്തും ഫൽസഫയും കൂട്ടിക്കുഴച്ചുണ്ടാക്കിയ മതം, അതാണ് ഇൽമുൽ കലാം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഹുക്മി ഫി അഹ്ലിൽ കലാം, ഇൽമുൽ കലാമിന്റെ ആളുകളെ കുറിച്ചുള്ള എന്റെ വിധി, ഇമാം ഷാഫിയുടെ വിധി എന്താ? അൻ യുദ്റബു ബിന്നിആലി വൽ ജരീദ്, അവരെ ചെരുപ്പൂരി തല്ലണം, മടക്കണ വലിച്ചു തല്ലണം. മടക്കണ പറഞ്ഞാൽ എന്താ? തെങ്ങുംപട്ടല്ലേ എന്റെ മടക്കണ നമ്മളെ ഇവിടെ തെങ്ങുംപട്ട ഇട്ടില്ല. ഇവിടെ എന്താ ഇട്ടുക? ഈത്തപ്പന പട്ട ഇട്ടുക. ഈത്തപ്പന പട്ട വെട്ടി അതുകൊണ്ടും ചെരുപ്പും ഊരിയിട്ട് തല്ലണം. ആരെ? ഇൽമുൽ കലാമിന്റെ ആളുകളെ എന്നാണ് ആര് പറഞ്ഞ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. മാത്രല്ല വഅൻ യുതാഫ ബിഹിം ഫിൽ ഖറിയതി ഫിൽ ഖുറാ വൽ ബുയൂത്ത്, അവരെ ഈ കൊണ്ട് നാടുകളിൽ അതേപോലെ തന്നെ വീടുകളിൽ ചുറ്റിക്കറങ്ങണം. അവരെയും കൊണ്ട് ഇങ്ങനെ അടിക്കും ചെയ്യുക, എന്നിട്ട് അവരെയും കൊണ്ട് എന്ത് ചെയ്യുക? ഊരുകളിൽ അതേപോലെ ഗ്രാമങ്ങളിൽ നടക്കുക. അതിലേറല്ലേ നമ്മളെ നാട്ടിൽ പറയും ചെരുപ്പിന്റെ മാലിട്ട് നടത്തുകയാണ് അല്ലേ? ഇതെന്തിനാ? ചെരുപ്പൂരി തല്ലണതും എന്നിട്ട് കൊണ്ടെടുക്കണത് എന്തിനാ? മാനം കെടുത്താനാണ്. മാത്രല്ല ഇവരെ ആളുകൾ വലിയ ആളുകളായിട്ട് മനസ്സിലാക്കരുത്. പിന്നെ ഇതൊക്കെ ചെരുപ്പൂരി തല്ലേണ്ട ജാതിയാണെന്ന് മനസ്സിലാക്കണം.
അങ്ങനെ ചെരിപ്പൂരി തല്ലും വേണം, ആളുകൾക്കിടയിലൂടെ നടത്തും വേണം. എന്നിട്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എന്നിട്ട് അവരുടെ വിഷയത്തിൽ ആളുകളോട് പറയണം, ഹാദാ ജസാഉ മൻ തറക്കൽ കിതാബ വസ്സുന്ന വഅഖ്ബല ഇലൽ കലാം. ഖുർആനും സുന്നത്തും കൈയൊഴിച്ച് വചനശാസ്ത്രത്തിലേക്ക് മുന്നിട്ടവർക്കുള്ള പ്രതിഫലം ഇതാണ് എന്ന് അവരുടെ വിഷയത്തിൽ ആളുകളോട് അനൗൺസ് ചെയ്യും വേണം. ഇത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ് വചനശാസ്ത്രത്തിന്റെ ആളുകളുടെ വിഷയത്തിൽ. എന്തിനാണ് ഞാൻ ഇപ്പൊ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ ഞാൻ ആ വിഷയത്തിൽ എടുത്ത് ഉദ്ധരിച്ചത്? എന്താ, ഷാഫി മദ്ഹബിലേക്ക് ചേർക്കപ്പെടുന്ന കുറെ ഇൽമുൽ കലാമിന്റെ ആളുകളുണ്ട്. ഇമാമിന്റെ തന്നെ വിധി എന്താ? ഇതാ, അവരെ ചെരുപ്പൂരി തല്ലണം എന്നാണ്, മടക്കനെ വലിച്ച് തല്ലണം എന്നാണ്. മാത്രമല്ല അവരെ നാടുകളിലൂടെ അവരെ ഈ രീതിയിൽ ചുറ്റിക്കറക്കണം. ആളുകൾ എന്ത് ചെയ്യണം? ഇവരെ തൊട്ട് മുൻകരുതൽ എടുക്കണം. ഇവരിങ്ങനെ ഇതിന് യോഗ്യത ഉള്ള ആളുകളാണെന്നുള്ളത് ആളുകൾ മനസ്സിലാക്കണം. ഖുർആനും സുന്നത്തും കൈയൊഴിച്ചവർക്കുള്ള പ്രതിഫലം ഇതാണ്. വചനശാസ്ത്രത്തിലേക്ക് മുന്നിട്ടിറങ്ങിയവർക്കുള്ള പ്രതിഫലം ഇതാണ് എന്ന് ആളുകളോട് അനൗൺസ് ചെയ്യും വേണം എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമ്പോൾ വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ് ഇൽമുൽ കലാമിന്റെ വിഷയം. ഇൽമുൽ കലാമിന്റെ വിഷയം ഹിജ്റയുടെ 1-ാം നൂറ്റാണ്ട് പിന്നിട്ടതിൽ പിന്നെ ഇസ്ലാമിക നാടുകളിൽ പ്രചുര പ്രചാരം നേടിയ ഒരു ചിന്താധാരയാണ് ഇൽമുൽ കലാം. ആ ഇൽമുൽ കലാം എന്താ മുസ്ലിമീങ്ങൾക്ക് സമ്മാനിച്ചത്? മുസ്ലിമീങ്ങൾക്ക് സമ്മാനിച്ചത് കേവല ബുദ്ധി കൊണ്ട് അന്വേഷണം നടത്തി അൽഹംദുലില്ലാഹ് പറഞ്ഞോലോ. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മളെ അർഹമുക്കല്ലാഹ് എന്ന് പറയും അല്ലേ? തയ്യും. ചിലപ്പോൾ ഇൽമുൽ കലാമൊക്കെ കേട്ടിട്ട് ആകെ ബോധം കെട്ട മാതിരി. ഇതിന്റെ ഒരു വിഷയത്തിന്റെ ഒരു പ്രത്യേകത ഇതാണ്. ഇതിപ്പോ എത്രമാത്രം ഇവിടെ വേര് ഓടുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ എന്തായാലും പറയാണ്. പണ്ട് ചിലപ്പോൾ ഇതൊരു വേദിയിലൊരു അപ്രസക്താണോ എന്നുള്ളതും അറിയില്ല. പണ്ട് പിന്നെ പുല്ല് പച്ചയാണോ മഞ്ഞയാണോ എന്നുള്ള വിഷയത്തിൽ പിന്നെ കുറുക്കനും പിന്നെ കുരങ്ങനും തർക്കിച്ചൊരു കഥ ഉണ്ട്. കുറുക്കനും കഴുതിയാ തോന്നുന്നു. കുറുക്കനും കഴുതിയും തർക്കിച്ച് ഭയങ്കര തർക്കം. കഴുത പറഞ്ഞ് പുല്ല് പച്ചയാണെന്ന്. കുറുക്കൻ പറഞ്ഞ് പുല്ല് മഞ്ഞയാണെന്ന്. തർക്കം മൂത്ത് അവസാനം കാട്ടിലെ കോടതിയിലേക്ക് വിഷയം വെച്ചെന്നാണ്. അങ്ങനെ കഴുത മഞ്ഞയാണെന്ന് പുല്ലിനെ കുറിച്ച് പറഞ്ഞ്, കുറുക്കൻ പച്ചയാണെന്ന് പറഞ്ഞു. പുല്ലിന്റെ കളർ മിക്കവാറും പച്ചയാണല്ലോ. ശരി, കുറുക്കന്റെ പക്ഷത്താ. കാട്ടിലെ കോടതിയിലേക്ക് വിഷയം ചെന്ന് വിധി വന്ന് കുറുക്കന് അടിയും തടവും കുറുക്കന്, മറ്റേ വെറുതെ വിട്ടെന്നാണ്. അപ്പൊ ചോദിച്ചു, എന്തിനാണ് ഇന്നെ ശിക്ഷിച്ചത്? പുല്ലിന്റെ കളർ പച്ചല്ലേ? ആ പറഞ്ഞ് തർക്കിക്കേണ്ട ഒരു വിഷയ, പച്ചയാണോ മഞ്ഞയാണോ പുല്ല് എന്നുള്ളത്. പച്ചയായി മഞ്ഞയായി യേശ് എന്തായാലും എന്തെങ്കിലും മുഷ്കിലുണ്ടോ? അപ്പൊ തർക്കിക്കേണ്ട ഒരു വിഷയമല്ലാത്തത് കൊണ്ട് ഫൈന് കുറുക്കന് എന്നാണ്. മനസ്സിലായി? അങ്ങനത്തെ ഒരു വിഷയമായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വാഹൃദാവാനാൻ അൽഹംദുലില്ലാഹ് നിർത്താം. ഇത് വ്യതിയാനം എന്നുള്ളൊരു വിഷയം വെച്ച്, അപ്പൊ വ്യതിയാനത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ കക്ഷികൾ പിന്നെ ഷിയായിസം, അതേപോലെ ഖവാരിജുകൾ, മുഅ്തസില, ഇതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകും. പക്ഷെ ഈ ഒരു ഭാഗം ഇവിടെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. കാരണം ഈ ഖവാരിജുകളായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ മുഅ്തസിലിയാക്കൾ, ജഹ്മികൾ, അങ്ങനെയുള്ള കക്ഷികൾ, അവരുടെയൊക്കെ അടിസ്ഥാനം ഏതാ? അടിസ്ഥാനം ഇതാണ്, ഇൽമുൽ കലാമാണ്. കേവല ബുദ്ധി വെച്ചാണ് അവരെന്ത് ചെയ്തത്? അള്ളാഹുവിന്റെ ഇസ്മുകളെ, അതേപോലെ വിശേഷണങ്ങളെ, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പിന്നെ ദാത്തിനെ കുറിച്ച്, അതേപോലെ ഗൈബിയായ അദൃശ്യ വിഷയങ്ങളെ കുറിച്ച്, അതേപോലെ പിന്നെ ഖളാ ഖദറിനെ കുറിച്ചൊക്കെ അവരെന്ത് ചെയ്ത് സംസാരിച്ചത്. അത് ഫിലോസഫി കണ്ടെടുത്തിട്ടാണ്. പക്ഷെ പറ്റ ഫിലോസഫി ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിഗണിക്കും. അതുകൊണ്ട് അവരെന്ത് ചെയ്ത് കുറച്ച് ആയത്തും ഹദീസൊക്കെ എന്ത് ചെയ്ത്
ചേർത്ത് പിടിച്ച് കൂട്ടിന് പിടിച്ച് ഫലം എന്താ? ഫിലോസഫി എന്താണോ സമ്മാനിക്കണം അതിനേക്കാൾ അപകടകരമായ ഫലാണ് അവർ മുസ്ലിമീങ്ങൾക്ക് സമ്മാനിച്ചത്. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ അവരുടെ വിഷയത്തിൽ വിധി നമ്മൾ കേട്ട രീതിയിൽ പറയേണ്ടായത്. ഇൽമുൽ കലാം അള്ളാന്റെ നാമങ്ങളെ കുറിച്ചുള്ള സംസാരമാണ്, അള്ളാന്റെ വിശേഷണങ്ങളെ കുറിച്ചുള്ള സംസാരമാണ്, അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ചുള്ള സംസാരമാണ്. അതേപോലെ തന്നെ അദൃശ്യ കാര്യങ്ങളെ കുറിച്ചുള്ള സംസാരമാണ്, ഖലാഖദറുമായി ബന്ധപ്പെട്ടുള്ള സംസാരമാണ്. പക്ഷെ അതിലൊക്കെ സംസാരിക്കാം. എങ്ങനെ സംസാരിക്കാം? വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞു, ഹദീസിൽ എന്ത് പറഞ്ഞു, അതിനെ സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി, ആ രീതിയിൽ സംസാരിക്കാം. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. അങ്ങനെയാകുമ്പോൾ സ്ഖലിതങ്ങളില്ല, തെറ്റ് വരൂല. കാരണം എന്താ? അള്ളാഹുവിന്റെ മുറാദ് അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചതനുസരിച്ച്, ആ വിശദീകരണത്തിന് പ്രഥമ സാക്ഷികളായ സഹാബത്ത് ഗ്രഹിച്ചതനുസരിച്ച് അത് മനസ്സിലാക്കുന്ന അവസ്ഥ ഉണ്ടാകും. അവിടെ നിൽക്കും. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചില്ലേ, അർ റഹ്മാനു അലൽ അർശി ഇസ്തവ, റഹ്മാൻ അർഷിന്മേൽ ഇസ്തിവായിലാണ്, ഉപവിഷ്ടനാണ്. അതാണ് ആയത്ത് അറിയിക്കുന്നത്. അപ്പൊ കൈഫസ്തവ എന്ന് ചോദിച്ചു. എങ്ങനെയാണ് അർ റഹ്മാനായ അള്ളാഹു ഇസ്തിവായിലായത്, ഉപവിഷ്ടനായത്? അപ്പൊ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത മറുപടി എന്താ? അൽ ഇസ്തിവാഉ മഅലൂം, അള്ളാഹു ഉപവിഷ്ടൻ എന്നത് അറിയപ്പെട്ട സംഗതിയാണ്, വിശുദ്ധ ഖുർആനിലുണ്ട്. വൽ കൈഫ് മജ്ഹൂൽ, എങ്ങനെ ഉപവിഷ്ടനായി എന്നുള്ളത് മജ്ഹൂലാണ്. കാരണം അത് ഇവിടെ അല്ല, വിശുദ്ധ ഖുർആനിലില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. വസുആലു അൻഹു ബിദ്അത്തുൻ, അതിനെക്കുറിച്ച് ചോദിക്കൽ ബിദ്അത്താണ്. കാരണം എന്താ? അള്ളാഹു ആയത്തിറക്കിയപ്പോൾ റസൂലുള്ളാഹി അള്ളാഹിനോട് ചോദിച്ചിട്ടില്ല, ജിബ്രീലിനോട് ചോദിച്ചിട്ടില്ല, സഹാബത്ത് ആരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ടില്ല. എങ്ങനെ വന്നു? ഖുർആനിൽ വന്നു, അങ്ങനെ അവർ എന്ത് ചെയ്തു? വിശ്വസിച്ചു. അൽ ഈമാനു ബിഹി വാജിബ്, ഇസ്തിവായിലായി എന്നുള്ളത് വിശ്വസിക്കൽ എന്താണ്? വാജിബാണ്, നിർബന്ധമാണ്. ഈ ഒരു പ്രമാണത്തിന്റെ പിൻബലമുള്ള നിലപാടിൽ നിൽക്കും എപ്പോ? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് വിശ്വസിച്ച രീതിയിൽ അള്ളാഹുവിനെ കുറിച്ചും അവന്റെ നാമവിശേഷണങ്ങളെ കുറിച്ചും അദൃശ്യ കാര്യങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ ഖലാഖദറിലുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ. എന്നാൽ അഹ്ലുൽ കലാമിന്റെ ആളുകൾ എന്ത് ചെയ്തു? അഹ്ലുൽ കലാമിന്റെ ആളുകൾ അവരുടെ അഖില് കൊണ്ട് മനസ്സിലാക്കാൻ തുടങ്ങി. ആയത്തോതും ഹദീസോതും, പക്ഷെ അവരുടെ അഖലാണ് എന്ത് ചെയ്യണത്? അതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇൽമിന് സ്ഥാനം പോയി. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഅലം അന്ന ഫസാദൽ ആലമി വഖറാബഹ ഇന്നമാ ബദഅ ബിതഖദീമിൽ അഖ്ലി ബിതഖദീമിർ റഅയി അലൽ വഹി വൽ ഹവാ അലൽ അഖ്ൽ. നീ മനസ്സിലാക്കിക്കോ, ലോകം തകരാൻ തുടങ്ങിയത് എപ്പോഴാ? ഇന്നമാ ബദഅ ഫസാദൽ ആലമി വഖറാബഹു, ലോകത്തിന്റെ തകർച്ചയും നാശവും അത് നാന്തി കുറിച്ചത് തുടങ്ങിയത് ആളുകൾ അവരുടെ ബുദ്ധിയുടെ വീക്ഷണങ്ങളെ വഹയിനേക്കാൾ മുന്തിച്ചപ്പോഴാണ്. വഹി എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. വിശുദ്ധ ഖുർആനിനേക്കാൾ തിരുസുന്നത്തിനേക്കാൾ ബുദ്ധിക്ക് ആളുകൾ എന്ന് പ്രാമുഖ്യം കൽപ്പിച്ചുവോ, മുൻഗണന നൽകിയോ, അന്ന് ലോകത്തിന്റെ തകർച്ച തുടങ്ങി. അതേപോലെ ബുദ്ധിയേക്കാൾ ജഡികേച്ഛകൾക്കും ദേഹേച്ഛകൾക്കും ആളുകൾ എന്ന് പ്രാധാന്യം കൽപ്പിച്ചോ, അന്ന് ലോകത്തിന്റെ തകർച്ച തുടങ്ങി എന്നാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്. പ്രമാണങ്ങൾക്ക് വിഗണന, തങ്ങളുടെ വീക്ഷണങ്ങൾക്ക് മുഖ്യ പരിഗണന, അത് തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഒരു ആഖിലാണോ ആലിമാണോ ശ്രേഷ്ഠൻ? ആഖിലാണോ ആലിമാണോ ശ്രേഷ്ഠൻ? ആഖിൽ എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിമാൻ എന്നാണ്. ആലിം എന്ന് പറഞ്ഞാലോ പണ്ഡിതനാണ്. ആരാ ഉത്തമൻ? തമ്മിൽ ആലിമാണ് ഉത്തമൻ. കാരണം എന്താ? അഖിൽ ബുദ്ധി ഉണ്ടല്ലോ. ബുദ്ധി എത്ര ആളുകൾക്ക്, പല ബുദ്ധിജീവികളുണ്ട് അല്ലേ? പശു മൂത്രമൊഴിക്കുമ്പോ അതിന്റെ ചില ബുദ്ധിജീവികളുണ്ടല്ലോ, ഇങ്ങനെ പോയിക്കണ്. ഭിഷഗ്വരന്മാർ, ദാർശനികന്മാർ,
അഡ്വക്കേറ്റ്മാർ, അതേപോലെ തന്നെ പലരും അഖലുണ്ട്. അതേസമയം ആലിം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രമാണങ്ങളെ കുറിച്ചുള്ള പരിജ്ഞാനം, അതാണ്. അറിവുള്ള, നൈപുണ്യമുള്ള പണ്ഡിതൻ. ഒരു കവി പാടി, ഇൽമുൽ അലീമി വ അഖ്ലുൽ ആഖിലി ഇഖ്തലഫ മൻ ദല്ലദി മിൻഹുമാ ഖദ് അഹ്റസ അശ്ശറഫ فالعلم قال أنا أحرزت غايته والعقل قال أنا الرحمن بي عرفا فأفصح العلم إفصاحا وقال له بأين الله في فرقانه اتصفا فأيكن العقل بأن العلم سيده فقبل العقل رأس العلم وانصرف. 4 വരി കവിത, വളരെ അർത്ഥവത്തായ കവിത. എന്താ? ഇൽമുൽ അലീമി വ അഖ്ലുൽ ആഖിലി ഇഖ്തലഫ. ആലിമിന്റെ ഇൽമും ആഖിലിന്റെ അഖലും, ഒരു ബുദ്ധിജീവിയുടെ ബുദ്ധിയും ഒരു ആലിമിന്റെ ഇൽമും തമ്മിൽ തർക്കത്തിലായി. ഇൽമും അഖലും തമ്മിൽ തർക്കത്തിലായി. എന്താ തർക്കത്തിന്റെ കാതൽ? മൻ ദല്ലദി മിൻഹുമാ ഖദ് അഹ്റസ അശ്ശറഫ. നമ്മളിൽ ആർക്കാണ് സ്ഥാനം കൂടുതൽ, പദവി കൂടുതൽ? ആർക്കാ? ഇൽമിനാണോ അഖലിനാണോ? ബുദ്ധിക്കാണോ അറിവിനാണോ സ്ഥാനം കൂടുതൽ? അതിലാണ് തർക്കം. അപ്പോ ഫൽ ഇൽമു ഖാല അന അഹ്റസ്തു ഗായതഹു. ഇൽമു പറഞ്ഞു, സ്ഥാനത്തിന്റെ പരമകാഷ്ഠ ഞാൻ നേടിയിട്ടുണ്ട്, ഞാനാണ് ഏറ്റവും സ്ഥാനത്തുള്ളത്. അപ്പൊ വൽ അഖ്ലു ഖാല അല റഹ്മാൻ ബി ഉരിഫ. ബുദ്ധി പറഞ്ഞു, റഹ്മാനായ അള്ളാഹു ഞാൻ കാരണത്താലാണ് അറിയപ്പെട്ടത്. ബുദ്ധി കൊണ്ടാണ് അള്ളാഹു അറിയപ്പെട്ടത്. ഇതാര് പറഞ്ഞു? ബുദ്ധി പറഞ്ഞു. ഇൽമു പറഞ്ഞു, ഞാനാണ് സ്ഥാനം, അതിന്റെ ഉന്നതി നേടിയത് എന്ന് പറഞ്ഞു. കവി പറയുന്നത് ഫഅഫ്സഹൽ ഇൽമു ഇഫ്സാഹൻ വഖാല ലഹു. വളരെ വാചാലതയിൽ, വാചാട്ടോപാങ്കുരുത്തം എന്ന് പറയില്ലേ, തികഞ്ഞ വാചാലതയിൽ അറിവ് പറഞ്ഞു, ബിഅയ്യിനല്ലാഹു ഫീ ഫുർഖാനിഹി ഇത്തസഫ. അഖലുണ്ട്, ഇൽമുണ്ട്. നമ്മളിൽ ആരെ കൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ തന്നെ വിശേഷിപ്പിച്ചത്? അള്ളാഹു ആഖിൽ എന്നാണ് പറഞ്ഞത്, അള്ളാഹു അലീം എന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? അള്ളാഹു ബുദ്ധിമാൻ എന്നാ പറഞ്ഞത്, അള്ളാഹു അലീം ജ്ഞാനമുള്ളവൻ എന്നാ പറഞ്ഞത്, അള്ളാഹു അലീം എന്നാ പറഞ്ഞത്. അപ്പൊ ആർക്കാ സ്ഥാനം? ആർക്കാ സ്ഥാനം? ഇൽമിനാണ് സ്ഥാനം. കവി പറയുന്നത് ഫഅയ്കനൽ അഖ്ലു ബിഅന്നൽ ഇൽമ സയ്യിദഹു ബിഅന്നൽ ഇൽമ സയ്യിദുഹു. അപ്പൊ ബുദ്ധിക്ക് മനസ്സിലായി, ഇൽമ് എന്റെ സയ്യിദാണ്, ഇൽമ് എന്റെ സയ്യിദാണ്. ഫഖബ്ബലൽ അഖ്ലു റഅസൽ ഇൽമി വൻസറഫ. അഖ്ല് ഇൽമിന്റെ തലയിൽ ചുംബിച്ചിട്ട് രണ്ടാളും പിരിഞ്ഞു പോയി എന്നാണ്. ഇതുണ്ടായൊരു സംഭവം ഒന്നുമല്ല. ഇനി നാളെ മൗലവി ഇവിടെ കിതാബിലൊന്നും ഇല്ലാത്തൊരു കാര്യം പറഞ്ഞേണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയണ്ട. അത് ഒരു കവിയുടെ ഭാവനാവിലാസമാണ്. പക്ഷെ അതിലൊരു യാഥാർത്ഥ്യമുണ്ട്. അല്ലേ? ഇൽമിന് എപ്പോഴും തലക്കം കൂടുതലല്ല. അതിന്റെ അർത്ഥം ബുദ്ധിക്ക് വിലല്ല എന്നല്ല, അസ്തഗ്ഫിറുള്ള, അങ്ങനല്ല. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിക്ക് അതിൻ്റെതായ സ്ഥാനം നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്ന ഏറ്റവും നികൃഷ്ട ജീവി ആരാ? ഏറ്റവും നികൃഷ്ട ജീവി ഇന്ന ശർറദ് ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ. ഖുർആൻ പരാമർശിച്ച ഏറ്റവും നികൃഷ്ട ജീവി കേൾക്കാത്ത, ബധിരനും മൂകനുമായ ചിന്തിക്കാത്ത മനുഷ്യൻ എന്നാണ്. ചിന്തിക്കാത്ത മനുഷ്യൻ. അഫലാ യഅഖിലൂൻ ചോദിക്കണില്ലേ വിശുദ്ധ ഖുർആനിൽ? ബുദ്ധി കൊടുക്കാൻ പറയണില്ലേ? ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നില്ലേ? അപ്പൊ ഇസ്ലാമിൽ ചിന്തക്ക് അതിൻ്റെതായ സ്ഥാനമുണ്ട്, ബുദ്ധിക്ക് അതിൻ്റെതായ വിലയുണ്ട്. പക്ഷേ ചിന്തയും ബുദ്ധിയൊക്കെ വിലയുള്ളതാകണമെങ്കിൽ എന്ത് വേണം? ഇമാം ഇബ്നു ഖൽദൂൻ പറഞ്ഞു, സ്വർണം തൂക്കണ തുലാസുണ്ട്, പാറ തൂക്കണ തുലാസും ഉണ്ട്. സ്വർണം തൂക്കാൻ തുലാസുണ്ട്, പാറ തൂക്കാനും തുലാസുണ്ട്. പക്ഷെ സ്വർണം തൂക്കണ തുലാസിൽ പാറ തൂക്കാൻ പറ്റുമോ? പാറ തൂക്കാൻ പറ്റൂല, സ്വർണ്ണേ തൂക്കാൻ പറ്റുള്ളൂ. ഒരുത്തം വലിയൊരു പാറ ഏറ്റി കൊണ്ടുവന്നിട്ട് തട്ടാനോട് പറയാൻ തുലാസിലൊന്നും തൂക്കിക്കാരനാൽ അയാൾ ബുദ്ധിജീവിയാ? അല്ല, അയാൾ പടുവിഡ്ഢിയാണ്. കാരണം എന്താ? ഈ പാറ തൂക്കാൻ പറ്റിയ തുലാസ് അല്ല സ്വർണം തൂക്കാനുള്ള തുലാസ്. ഇബ്നു ഖൽദൂൻ പറഞ്ഞത് അതാണ്. സ്വർണം തൂക്കാൻ പറ്റിയ തുലാസിൽ സ്വർണ്ണേ തൂക്കാവൂ,
പാറ തൂക്കാൻ പറ്റൂല. പക്ഷേ പല ഫിലോസഫേഴ്സിന് പറ്റിയതെന്താ? വചനശാസ്ത്രത്തിന്റെ ആളുകൾക്ക് പറ്റിയതെന്താ? അവര് പാറ
അബൂ ഹമീദുൽ ഗസാലിക്ക് കച്ചവട ചരക്കുകൾ പോയതും പൈസ പോയതൊന്നും വിഷയമല്ല. അദ്ദേഹത്തിന്റെ തലയിക്കാത്താണ് മുഖ്യം. കാരണം അദ്ദേഹത്തിന് വിജ്ഞാനം, അദ്ദേഹം സാഹസപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്താളുകളാണ് അദ്ദേഹത്തിന് നഷ്ടമായത്. അദ്ദേഹം ഈ കള്ളന്മാരെ പിന്നാലെ കൂടി ഒരുത്തൻ അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഇതുള്ളത്, അബൂ ഹമീദുൽ ഗസാലിയുടെ തലയിക്കാത്തുള്ളത്. ശരി, അങ്ങനെ കള്ളനോട് പറഞ്ഞ് പൈസ എടുത്തോ, ചരക്കുകൾ കൊടുത്തോ, എന്റെ തലയിക്കാത്ത് കൊണ്ടാന്ന്. അപ്പൊ കള്ളൻ ചോദിച്ചു, എന്താ നിങ്ങളെ തലയിക്കാത്ത്? അപ്പൊ അതിലാണ് എന്റെ ഇൽമുള്ളത്, അതിലാണ് എന്റെ ഇൽമുള്ളത് എന്ന് പറഞ്ഞു, എന്റെ ഇൽമു കൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ കള്ളൻ പറഞ്ഞു, ചങ്ങാതി, നിന്റെ ഇൽമു നിന്റെ തലയിലാണ്ടാവേണ്ടത്, നിന്റെ ഏടുകളിലല്ല. ഏടിപ്പോ ഞങ്ങളല്ല, വേറൊരാളെടുത്ത് മഴവെള്ളപ്പാച്ചിൽ വന്ന് കൊണ്ടുപോയി ഇൽമ അതടക്കണ അറിയില്ലേ, ഇൽമുണ്ടാണ്ട നിന്റെ തലയിലാണ് എന്ന് അബൂ ഹമീദുൽ ഗസാലിയോട് അദ്ദേഹം പറയാം. അബൂ ഹമീദ് പറയാണ്, ഞാൻ ആ കള്ളരിൽ നിന്ന് പഠിച്ചു. തലയിക്കാത്ത അയാൾ എനിക്ക് തന്ന്, ഇതും പറഞ്ഞിട്ട് തലയിക്കാത്ത തന്ന്. കള്ളനാണെങ്കിൽ ചിലപ്പോ മനസ്സിലായില്ലേ, അത് കള്ളന്മാർക്കും കള്ളുടിയന്മാർക്കും ഒക്കെ അങ്ങനെ ഉണ്ടാവും അല്ലേ. ചില യുക്തിയൊക്കെ ഓരോരുത്തർ ഇടക്കിടക്ക് പൊട്ടും. ഏതായാലും അബൂ ഹമീദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഈ കിട്ടിയ തലയിക്കാത്തായിട്ട് പരിയിൽ വന്നിട്ട് അന്ന് മുതൽ വിജ്ഞാനം കാണാതെ പഠിക്കൽ തുടങ്ങി. അതിലുള്ള അറിവുകൾ മുഴുവൻ തലയിലേറ്റി. പിന്നെ അബൂ ഹമീദുൽ ഗസാലി ഒക്കെ ബൈഹാർട്ടാണ്. കാരണം എന്താ? കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കുന്തോറും ഏറിയിടും. അതാണ് ആര്? അറിവ്. അത് നമ്മൾ തലയിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ ഉണ്ടാവും. അബൂ ഹമീദുൽ ഗസാലി അങ്ങനെ പഠിക്കുകയാണ്. അങ്ങനെ പഠിച്ചു വളർന്ന അബൂ ഹമീദുൽ ഗസാലി പക്ഷെ തസവുഫിലാണ് വളർന്നു പഠിച്ചത്. അദ്ദേഹം എന്ത് ചെയ്ത്, അദ്ദേഹം വിരക്ത ജീവിതത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം സുഖ ജീവിതം അനുവദനീയമായതും കൂടി എന്ത് ചെയ്ത് വേണ്ടെന്ന് വെച്ച് വിരക്തിയിൽ അദ്ദേഹം കഴിച്ചുകൂട്ടി. എത്രമാത്രം പിന്നെ ഇഹ്യാ ഉലൂമുദ്ദീൻ അദ്ദേഹം എഴുതുന്നത് ജാമിഉൽ അമവിയിലാണ്, ഡമസ്കസിലെ ജാമിഉൽ അമവി. ഈ അബൂ ഹമീദുൽ ഗസാലി അദ്ദേഹം തൂസിലാണ് ജനിച്ചത്. തൂസ് എന്ന് പറഞ്ഞാൽ ഖുറാസാനിൽ, പേർഷ്യയിൽ ഖുറാസാനിലെ തൂസിലാണ് ജനിക്കുന്നത്. അദ്ദേഹം പിന്നെ ബഗ്ദാദിൽ പോയി. ബഗ്ദാദിൽ പിന്നെ ജാമിഅത്തുൻ നിസാമിയ എന്ന് പറയുന്ന ജാമിയയിലൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം സഞ്ചാരാണ്. കാരണം എന്താ? പിന്നെ വിരക്ത ജീവിതത്തിന് വേണ്ടിയിട്ട് സുഖ സൗകര്യങ്ങളൊക്കെ വിഗണിച്ച് അബൂ ഹമീദുൽ ഗസാലി നടക്കുകയാണ്. ആ തസവുഫ് ചിന്തയിൽ വിരക്ത ജീവിതത്തിൽ നടക്കുകയാണ്. ഒരിക്കൽ മൂപ്പര് എന്ത് ചെയ്യുന്നറിയാം, ഈ ദുനിയാവിനോട് ഒരിക്കലും കമ്പം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമൊക്കെ കഴുകും. ഏത് പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ബാത്റൂം കഴുകാൻ മിറ്റടിച്ചു വരിക, അങ്ങനെയാണ്. അബൂ ഹമീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സംഭ്രമചിത്തരായി പോകും. അങ്ങനെ അത്രമാത്രം വിജ്ഞാനം ഉൾക്കൊണ്ട രചനകളാണ് ഇമാം അബൂ ഹമീദുൽ ഗസാലിയുടെ ഗ്രന്ഥങ്ങൾ. അൽ മുസ്തസ്ഫ എന്ന് പറയുന്ന ഉസൂൽ ഫിഖിലെ ഗ്രന്ഥം, വേറെയും ഉസൂൽ ഫിഖിലെ കിതാബുണ്ട്. അതേപോലെ തഹാഫുത്തുൽ ഫലാസിഫ എന്ന് പറഞ്ഞിട്ട് ഗ്രീക്ക് ഫിലോസഫേഴ്സിനെ അടിച്ചൊതുക്കാനും തകർക്കാനും മൂപ്പര് എഴുതിയ രചനകളുണ്ട്. അതേപോലെ അറബി കോളേജിലൊക്കെ പഠിക്കും അൽ മുൻഖിദ് മിൻ അദ്ദലാൽ. നിങ്ങൾ ഓതിക്കണേ? നിങ്ങൾ ഓതിയില്ല? ഭാഗ്യം കിട്ടിയിട്ടില്ല. അൽ മുൻഖിദ് മിൻ അദ്ദലാൽ എന്ന് പണ്ട് ഞങ്ങൾ പിന്നെ അറബി കോളേജ് പഠിച്ചിട്ട് അന്നൊരു വിഷയം ഉണ്ടായിരുന്നു. അബൂ ഹമീദുൽ ഗസാലിന്റെയാണ്. ഫിഖ്ഹിൽ ഒക്കെ ഗ്രന്ഥമുണ്ട്. അങ്ങനെ അദ്ദേഹം ആ യാത്രയിൽ ജാമിഉൽ അമവിയിലെത്തി. ജാമിഉൽ അമവിയിൽ ഒരു കോർണറിന് പേര് ഇപ്പോഴും സാവിയത്തുൽ ഗസാലി എന്നാണ്, ഗസാലി കോർണർ. ആ കോർണറിൽ ഇരുന്നിട്ടാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ എഴുതുന്നത്. ആര്? അബൂ ഹമീദുൽ ഗസാലി. ആ യാത്ര തുടർത്തി അദ്ദേഹം ഹിജാസിലെത്തി. പിന്നെ അദ്ദേഹം ഹജ്ജ് ഉംറയൊക്കെ ചെയ്തിട്ട് പിന്നെ തൂസിലേക്ക് അദ്ദേഹം മടങ്ങി. അദ്ദേഹം ഒരിക്കൽ പള്ളിയിൽ ഉണ്ടല്ലോ, പള്ളിയിൽ അദ്ദേഹം എത്തി. അപ്പൊ പള്ളിയിൽ നാടന്മാരുടെ കൂട്ടത്തിൽ ഒരു നാടൻ പണ്ഡിതന്മാരുടെ ഒരു സദസ്സും ആ പണ്ഡിതന്മാരുടെ ഒക്കെ ലീഡറാകാൻ യോഗ്യനാണ്. ഈ നാടൻ കുപ്പായം ഇട്ടിട്ട് ആകെ പിന്നെ ഒരു കോലത്തിൽ ഒരാളൊരു മസാല കഴിക്കാൻ വേണ്ടി വന്ന്, ആ മസാല വളരെ ഗൗരവപ്പെട്ട മസാലയാണ്. പണ്ഡിതന്മാരോടും മുഫ്തിമാരോടും ചോദിച്ചപ്പോൾ അവർക്കൊന്നും അതിന് ഉത്തരമല്ല. പോകാൻ പറഞ്ഞു, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോയപ്പോൾ അബൂ ഹമീദ് അൽ ഗസാലി അദ്ദേഹത്തെ വിളിച്ച്, എന്താ നിങ്ങളെ മസാല കഴിച്ച് പറഞ്ഞു. പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടില്ല, അങ്ങോട്ടാ നിങ്ങളോട് ചോദിക്കണത്. അയാള് അല്ല, എന്നാലും ചങ്ങായി ഒന്ന് പറഞ്ഞോളൂ, ഞാനും നോക്കട്ടെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അബൂ ഹമീദ് അൽ ഗസാലി അതിനെ വിശദീകരിച്ച് ആ നാടന് മനസ്സിലാക്കി കൊടുത്ത് അതിന്റെ യഥാവിധി പറഞ്ഞു കൊടുത്ത്. അതോടുകൂടി ഈ ആമി ഉണ്ടല്ലോ, ഈ സാധാരണക്കാരൻ ഇത് കേട്ടിട്ട് അവിടെ ചെന്നിട്ട് പണ്ഡിതന്മാരെ ഇളക്കി പോയി പഠിച്ച് അവിടുന്ന് എന്നുള്ള രീതിയിൽ പറഞ്ഞ് പിറ്റേന്നൊരു മജ്ലിസ് ആ പള്ളിയിൽ ജാമിഉൽ അമവിയിൽ തുടങ്ങി. ആർക്ക്? അബൂ ഹമീദ് അൽ ഗസാലിക്ക്. അതിൽ പഠിതാക്കളായി ആ പണ്ഡിതന്മാർ. അങ്ങനത്തെ നിപുണനാണ് ആര്? ഇമാം അബൂ ഹമീദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഇഹ്യാ ഉലൂമുദ്ദീൻ അദ്ദേഹം രചിച്ച്, നമ്മുടെ വിഷയം
എവിടെ? ജാമിഉൽ അമവിയിൽ. ഏത് കാലഘട്ടത്തിൽ? അദ്ദേഹം ഈ വചനശാസ്ത്രത്തിലും അതേപോലെ തന്നെ തസവൂഫ് ചിന്തയിലും സൂഫി ചിന്തയിലും വളർന്ന് അതിൻ്റെ പരിപ്രേക്ഷ്യത്തിലാണ് എന്ത് ചെയ്തത്? അദ്ദേഹം ഇഹ്യാ ഉലൂം രചിച്ചത്. നമ്മൾ അബൂ ഹാമിദ് അൽ ഗസാലി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം റഹിമഹുല്ല. കാരണം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള മരണത്തോടടുത്ത ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ വചനശാസ്ത്രത്തിൽ നിന്നും തസവൂഫ് ചിന്തയിൽ നിന്നും അദ്ദേഹം തൗബ ചെയ്തിട്ടുണ്ട്. ആ സ്ഖലിതമായ ചിന്തകളിൽ നിന്നും അദ്ദേഹം തൗബ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ ഗുരുമുഖത്തിരുന്നിട്ട് ആ വാർദ്ധക്യത്തിൽ അദ്ദേഹം ഓതി പഠിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ അഖീദ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അറിവ് അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ അഖീദയും അറിവുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞ് അതിൽ ആശ്വാസം കൊണ്ടാണ് അദ്ദേഹം മരണപ്പെടേണ്ടത്. പക്ഷെ അതിനു മുമ്പാണ് അദ്ദേഹം ഇഹ്യ എഴുതിയത്. അതുകൊണ്ട് തന്നെ ഇഹ്യാ ഉലൂമുദ്ദീന്റെ വിഷയത്തിൽ അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ശക്തമായി നിരൂപിച്ചിട്ടുണ്ട്. കാരണം ഇഹ്യാ ഉലൂമുദ്ദീനിൽ അഖീദക്ക് നിരക്കാത്ത രീതിയിലുള്ള വഹദത്തുൽ വുജൂദ് അദ്വൈത സിദ്ധാന്തത്തിന്റെ ചിന്തകൾ കുറെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ നിഗൂഢമായ ജ്ഞാനങ്ങൾ എന്ന് പറഞ്ഞാൽ അദൃശ്യ വിഷയങ്ങളൊക്കെയാണ്. എങ്ങനെയാണ് ജിബ്രീലിന്റെ വരവ്, എങ്ങനെയാണ് മലക്കുകൾ, എങ്ങനെയാണ് പിശാജിന്റെ യാഥാർത്ഥ്യം, പിന്നെ അതേപോലെ തന്നെ എങ്ങനെയാണ് വഹി ഇറങ്ങുന്നത് തുടങ്ങിയതായ പിന്നെ ഈ മെറ്റാഫിസിക്സ് എന്ന് പറയില്ല, മാവറ അൽ തബിയ മെറ്റാഫിസിക്സ്, അങ്ങനത്തെ വിഷയങ്ങൾ, ആ വിഷയങ്ങൾ കെഷ്ഫിലൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കെഷ്ഫ്? കെഷ്ഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബൂ ഹാമിദ് അൽ ഗസാലി തന്നെ ഇഹ്യായിൽ എഴുതുന്നുണ്ട്, നീ ഒരു മുസ്ലിമായ റൂമിലിരിക്കണം എന്നാണ്. ഈ അന്ധത മുറ്റിയ ഇരുട്ടുമുറ്റിയ റൂമിലിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഖൽവത്തിൽ കഴിയണം. ഖൽവത്ത് തന്നെ ഒഴിഞ്ഞിരിക്കുക, ഇരുട്ടിൽ ഒഴിഞ്ഞിരുന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക. ഇനി ഇരുട്ടുള്ള റൂം കിട്ടിയിട്ടില്ല എങ്കിൽ ജൈബിൽ തല തിരികിയിട്ട്, ജൈബിൽ എന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ തല തിരികിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കീസിൽ എന്തെങ്കിലും തല തിരികിയിട്ട് ഇരുട്ടുണ്ടാക്കിയിട്ട് ആലോചിക്കാൻ. അത് അബൂ ഹാമിദിന്റെ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിന്നെ ഇഹ്യായിൽ കാണാം. ഇരുന്നിട്ട് ആലോചിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്നൊരു നൂറ് അത് കൽബിൽ തെളിയും. ആ നൂറിലൂടെ ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം മനസ്സിലാക്കാന്നാണ്. മലക്കൂത്ത് സമാവാത്ത് വൽ അർദ്, വാന ലോകങ്ങളുടെയൊക്കെ രഹസ്യങ്ങൾ, അതേപോലെ തന്നെ മലക്കുകൾ അതിൻ്റെ യാഥാർത്ഥ്യം, ഷെയ്ത്താൻ അതിൻ്റെ യാഥാർത്ഥ്യം തുടങ്ങിയതൊക്കെ അങ്ങനെ കശ്ഫിലൂടെ വെളിവാകും എന്നാണ് ഈ പിന്നെ ഈ സൂഫി പിന്നെ സാങ്കേതിക ശബ്ദങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിൽ പറയപ്പെടുന്നത്. ഏതായാലും ഇങ്ങനത്തെ ഈ ഖൽവത്ത് അതുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ വുജൂദിൽ അല്ലാതെ വേറെ ആരുമില്ല, തൗഹീദിന്റെ മർത്തബകളെ അദ്ദേഹം വിശദീകരിക്കുമ്പോൾ ഉണ്മയുടെ ലോകത്ത് അല്ലാഹനല്ലാതെ വേറെ ആരും കാണാൻ സാധിക്കൂല എന്ന് അതിന് നാലാമത്തെ മർത്തബയായിട്ട് ആര് പറയുന്നുണ്ട്? അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഉണ്മയുടെ ലോകത്ത് നമ്മൾ കണ്ണു തുറന്നാൽ വുജൂദിൽ അല്ലാഹനെ മാത്രമേ കാണുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്താ? ജഗത്തായ ജഗത്തിലെല്ലാം ഈശൻ വസിക്കുന്നു. ദ്വൈത്തല്ല, അദ്വൈതാണ്. പടച്ചോൻ പടപ്പ് എന്നുള്ളത് രണ്ടില്ല. പിന്നെയോ എല്ലായിടത്തും പടച്ചോനാണ് എന്നുള്ള ആ വിശ്വാസം. ഇങ്ങനെ കുറെ സ്ഖലിതങ്ങൾ ഇഹ്യാ ഉലൂമിൽ വന്നു. അതേപോലെ തന്നെ ദുർബലമായ ഹദീസുകൾ മാത്രമല്ല, പിന്നെ വ്യാജ ഹദീസുകൾ ധാരാളം ഇഹ്യാ ഉലൂമുൽ ദീനിൽ വന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഈ അബൂ ഹാമിദ് അൽ ഗസാലി അദ്ദേഹം 505 മരിക്കുന്നത്. 508 മരിച്ച അബൂ ഹാമിദ് അൽ ഗസാലി മരിച്ചിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ട് മരിച്ച ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഇബ്നു ഹംദീൻ, മുഹമ്മദ് ഇബ്നു അലി ഇബ്നു ഹംദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബൂ ഹാമിദ് അൽ ഗസാലി ജീവിച്ച നാളിൽ തന്നെ അദ്ദേഹത്തിന്റെ രചനകൾ മനസ്സിലാക്കിയ പണ്ഡിതനാണ് ഇബ്നു ഹംദീൻ. ഇഹ്യാ ഉലൂമുദ്ദീൻ വായിച്ച അദ്ദേഹം ഇഹ്യാ ഉലൂമുദ്ദീൻ മറുപടി ഉണ്ടാക്കി. മാത്രമല്ല, അന്നത്തെ അമീറായിരുന്ന ഗവർണറായിരുന്ന അലി ഇബ്നു യൂസുഫ് മാഷഫീൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്ന ഗവർണർക്ക് അദ്ദേഹം കത്തെഴുതി. ഈ പണ്ഡിതൻ കത്തെഴുതി ഇഹ്യാ ഉലൂമിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അത് നശിപ്പിക്കാനും. അങ്ങനെ അബൂ ഹാമിദ് അൽ ഗസാലി 505 മരിക്കുന്നത്. 503 ഇഹ്യാ ഉലൂമുദ്ദീൻ പരസ്യമായിട്ട് ചുട്ടുകരിക്കപ്പെട്ടിട്ടുണ്ടായി. ആ ഗവർണർ ഓർഡർ കൊടുത്ത് ഈ പണ്ഡിതൻ പറഞ്ഞതനുസരിച്ച് അങ്ങനെ പിന്നെ
അന്നത്തെ നാടുകളിലേക്കൊക്കെ രാജവിളംബരം പോയി എവിടെയെങ്കിലും ഇഹ്യാഉലും ഉണ്ടെങ്കിൽ അതിനെ ചുട്ട് കരിക്കാൻ വേണ്ടിയിട്ട്. അതൊരു വലിയ സംഭവമായിരുന്നു അന്ന്. കാരണം എന്താ, അബൂ ഹാമിദ് അൽ ഗസാലി അത്രയും പ്രശസ്തനായ ഒരു പണ്ഡിതനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിനെ നിപുണനായ പ്രാമാണികനായ ഒരു പണ്ഡിതൻ ചുട്ടുകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത്ര മാത്രം എന്ത് ചെയ്തു, ഇഹ്യാ ഉലൂമുദ്ദീൻ നിരൂപിക്കപ്പെട്ടു. അബൂബക്കറിന് തർത്തൂഷി, അബൂബക്കർ തർത്തൂഷി അറിയപ്പെട്ട അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതനാണ്. അബൂ ഹാമിദ് അൽ ഗസാലി ജീവിച്ച കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ച ആളാണ്. 505 അബൂ ഹാമിദ് റഹ്മത്തുള്ളാഹി അലൈഹി മരിച്ചത്. അബൂബക്കർ തർത്തൂഷി 520 ശേഷം 28 മരിച്ചത്. 528 ഓർമ്മ ശരിയാണെങ്കിൽ ഏതായാലും 520 ശേഷം അബൂബക്കർ തർത്തൂഷി അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥം തന്നെ ഉണ്ട്, അൽ ഖൗലുൽ മുബീൻ ഫി ഇഹ്യാ ഉലൂമുദ്ദീൻ. ഇഹ്യാ ഉലൂമുദ്ദീന്റെ വിഷയത്തിൽ സുവ്യക്തമായിട്ടുള്ള ഒരു പ്രസ്താവന, അതാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. അതില് അബൂബക്കർ തർത്തൂഷി പറയുന്നത്, ഖദ് ശഹന അബൂ ഹാമിദ് ഫി കിതാബിഹിൽ ഇഹ്യാ ബിൽ കദിബി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ വാക്കുകൾ എടുത്തിട്ട് പറയുകയാണെങ്കിൽ ഇതാണ്. എന്താ ഷഹന പറഞ്ഞ? ഷഹൻ എന്ന് പറഞ്ഞാൽ എന്താ പറയാ? നമ്മൾ പറയില്ലേ ഷഹനുൽ ജവ്വി, ഷഹനുൽ ബർറി എന്നൊക്കെ പറയില്ലേ കാർ കയക്കുമ്പോ? കുത്തി നിറക്കുക എന്നാണ് അതിനൊരു വേറൊരു അർത്ഥം. അബൂ ഹാമിദ് അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ റസൂലുള്ളാഹിന്റെ പേരിൽ കളവുകൾ കുത്തി നിറച്ചിട്ടുണ്ട് എന്നാണ് അന്ന് ആര് പറഞ്ഞത്? അബൂബക്കർ തർത്തൂഷി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. മാത്രല്ല കളവുകൾ അദ്ദേഹത്തിന് അബൂബക്കർ തർത്തൂഷിയുടെ വാക്കല്ല, കളവുകൾ ഇത്രമാത്രം നിറക്കപ്പെട്ട ഒരു കിതാബ് ഭൂമിക്കുപരിയിൽ വേറെയില്ല എന്ന് അന്ന് അബൂബക്കർ തർത്തൂഷി പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? അത് ഇഹ്യാ ഉലൂമുദ്ദീന്റെ വിഷയത്തിലാണ്. ഇമാം ഇബ്നുൽ ജൗസി ഇഹ്യാ ഉലൂമുദ്ദീന്റെ വിഷയത്തിൽ സംസാരിച്ച് ഇബ്നുൽ ജൗസി എന്താ പറഞ്ഞറിയോ? അബൂ ഹാമിദിന്റെ വിഷയത്തിൽ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. എങ്ങനെയാണ് അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കുവാൻ അദ്ദേഹം തന്റെ ഇഹ്യായിൽ ഇങ്ങനെ കൽപ്പന നൽകുക? അള്ളാഹ്ക്ക് എതിര് പ്രവർത്തിക്കാനുള്ള കൽപ്പന എങ്ങനെ നൽകും? എന്നിട്ട് ഉദാഹരണം പറയാണ്, രാത്രി മുഴുവൻ തല കുത്തി നിൽക്കാൻ ഇഹ്യായിൽ പറയുന്നുണ്ട്. ഒരാള് രാത്രി മുഴുവൻ എന്ത് ചെയ്യണം? തല കുത്തിക്കനെ നിൽക്കണം, കാല് ബന്ധിച്ചിട്ട്. അത് അള്ളാഹ്ക്ക് എതിര് പ്രവർത്തിക്കലാണ്, അള്ളാഹ്ക്ക് അനുകൂലം പ്രവർത്തിക്കല. അതേപോലെ തന്നെ സ്വത്ത് ദുർവ്യയം ചെയ്യാൻ, അതേപോലെ തന്നെ അതൊക്കെ ഇമാം ഇബ്നു ജൗസിയുടെ നിരൂപണങ്ങളാണ് ഇഹ്യാ ഉലൂമുദ്ദീനെ കുറിച്ച്. അതേപോലെ തന്നെ കഴിവുണ്ടെങ്കിലും യാചന അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എവിടെ? ഇഹ്യായിൽ. ഇത് മൂന്നും എടുത്ത് നൽകിയിട്ട് ഇബ്നുൽ ജൗസി ഇഹ്യാ ഉലൂമുദ്ദീനെ നിരൂപിച്ചു. ഞാൻ അബൂ ഹാമിദിന്റെ വിഷയത്തിൽ അത്ഭുതം കൂറുകയാണ്, എങ്ങനെ അള്ളാഹ്ക്ക് എതിര് പ്രവർത്തിക്കുവാൻ ഈ വിധത്തിൽ കൽപ്പന ഇഹ്യായിലൂടെ അബൂ ഹാമിദ് അൽ ഗസാലി നൽകും എന്നാണ് ഇബ്നുൽ ജൗസി ചോദിച്ചത്. അദ്ദേഹം തന്നെ പറഞ്ഞു, മൗദൂആയ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകൾ ഒരു തുക ജുംലത്തൻ അത് ഇഹ്യാ ഉലൂമുദ്ദീനിലുണ്ട് എന്നാണ്. സുബുക്കി ഇഹ്യാ ഉലൂമുദ്ദീനിൽ വന്ന ദുർബല ഹദീസുകളും വ്യാജ ഹദീസുകളും, മനസ്സിലായില്ലേ, അത് എടുത്ത് അത് രചനയാക്കി ഇറക്കിയിട്ടുണ്ട്. ഇമാം ദഹബി, ഷംസുദ്ദീൻ അസ്സഹബി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനെ കുറിച്ച് പറഞ്ഞ എന്താണെന്നറിയോ? ഇമാത്തത്ത് ഉലൂമുദ്ദീൻ എന്ന് പറയലാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയ പേര് എന്നാണ്. ആർക്ക്? ഇഹ്യാ ഉലൂമുദ്ദീൻ. ഇഹ്യാ ഉലൂമുദ്ദീൻ എന്നാണ് നമ്മൾ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഇസ്ലാമിക വിജ്ഞാനങ്ങളെ ജീവിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ദഹബി പറഞ്ഞത്, ഞാൻ ഇഹ്യാ ഉലൂമുദ്ദീൻ വായിച്ചപ്പോൾ അതിന് ഏറ്റവും യോജിച്ച പേര് ഇമാത്തത്ത് ഉലൂമുദ്ദീനാണ്. എന്താ? ഇസ്ലാമിക വിജ്ഞാനങ്ങളെ കൊല്ലലാണ് ഇഹ്യാ ഉലൂമുദ്ദീനിലൂടെ നടന്നത് എന്നാണ്. ഇത് വളരെ ഗൗരവപ്പെട്ട നിരൂപണങ്ങളാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനെ നിരൂപിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇഹ്യാ ഉലൂമുദ്ദീനിൽ കുറെ ഫവായിദുകളുണ്ട്, മൊത്തത്തിൽ കുറെ ഫവായിദുകൾ. കാരണം എന്താ? സ്വഭാവ സംബന്ധമായിട്ടുള്ള, അതേപോലെ തന്നെ പെരുമാറ്റച്ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടതായ കുറെ അദബുകൾ, ഹുക്കുമുകൾ ഇഹ്യാ ഉലൂമുദ്ദീനിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വലിയ ഇഷ്കാലൊന്നുമില്ല. പക്ഷേ ഷെയ്ഖുൽ ഇസ്ലാം പറയാണ്, അതിൽ വ്യാജനിർമ്മിതമായ ഹദീസുകളും ദഈഫായ ഹദീസുകളും ഏറെ ഇടം നേടിയിട്ടുണ്ട്. ഇബ്നു സീനയുടെ അശ്ശിഫ എന്ന് പറയുന്ന കിതാബുണ്ട്. ഇബ്നു സീനയുടെ അശ്ശിഫ, ആ അശ്ശിഫ എന്ന കിതാബ് ഇഹ്യാ ഉലൂമുദ്ദീനെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അശ്ശിഫ എന്ന് പറഞ്ഞെങ്കിൽ അത് തനി അപകട.
അന്നത്തെ പ്രാമാണികരായ പണ്ഡിതന്മാർ ഇബ്നു സീനയെ ഇസ്ലാമിക വൃത്തിൽ നിന്ന് പുറത്തു നിർത്തുന്ന ഫത്വ കൊടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് നിന്ന് അങ്ങനത്തെ കുറെ അപകടങ്ങൾ അഖീദയുടെ വിഷയത്തിൽ വന്നിട്ടുണ്ട് അല്ലേ. ആ ഇബ്നു സീനയുടെ രചനയാണ് അഷ്ഫ. അത് നന്നായി സ്വാധീനിച്ചു ആരെ? ഇഹ്യാ ഉലൂമുദ്ദീനെ. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഇഹ്യാ ഉലൂമുദ്ദീനെ കുറിച്ച് മുൻകരുതൽ എടുക്കാൻ പറഞ്ഞതൊക്കെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇമാം അൽ മാസിരി പറഞ്ഞത് ഇഹ്യാ ഉലൂമുദ്ദീന്റെ വിഷയത്തിൽ എന്തുകൊണ്ട് ഇത്തരം സ്ഖലിതങ്ങൾ വിശ്വാസപരമായി അതേപോലെ വ്യാജ ഹദീസുകൾ വന്നുകൊണ്ടുള്ളതായ അവതരണങ്ങൾ ഇതൊക്കെ എങ്ങനെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ വന്നു? മതവിജ്ഞാനത്തിൽ അവഗാഹം നേടുന്നതിന് മുമ്പ് ഫൽസഫയിൽ അബൂ ഹമീദ് അൽ ഗസാലി അവഗാഹം നേടി. അതാണ് അതിന്റെ കാരണം. അങ്ങനെ ഉണ്ടാവുമല്ലോ. ഷെയ്ഖ് അൽബാനി എപ്പോഴും പറയും അസ്ബിത്തിൽ അർശ് സുമ്മൻകുഷ്. നമ്മൾ ഒരു വേദിയിൽ തുള്ളുകയാണെങ്കിൽ ആ വേദി ആദ്യം ഉറപ്പിച്ച് നിർത്തണം, എന്നിട്ട് അതിന്റെ മുകളിൽ കയറിയിട്ട തുള്ളുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്നറില്ലേ, അതേപോലെ വീഴും. അബൂ ഹമീദ് അൽ ഗസാലി ആദ്യം പഠിച്ചത്, അദ്ദേഹം അഗ്രഗണ്യനും നിപുണനുമായത് ഫൽസഫയിലാണ്. എന്നിട്ടാണ് എന്ത് ചെയ്തത്? മതവിജ്ഞാനങ്ങളിൽ അദ്ദേഹം അവഗാഹം നേടിയത്. അതുകൊണ്ട് തന്നെ ഫൽസഫയിൽ അദ്ദേഹം നന്നായി അവഗാഹം നേടി. അതിനാൽ പല അപകടങ്ങളിലും അദ്ദേഹം ചെന്ന് ചാടി. ഫൽസഫയിൽ അവഗാഹം നേടിയിട്ട് അദ്ദേഹം തൂത്തെറിഞ്ഞതും ഗ്രീക്ക് ഫിലോസഫിയെയാണ്. പക്ഷേ ഗ്രീക്ക് ഫിലോസഫിയെ അദ്ദേഹത്തിന് തൂത്തെറിയാൻ പറ്റി. അദ്ദേഹം തഹാഫത്തുൽ ഫലാഫിസിഫ എന്ന് പറഞ്ഞൊരു കിതാബ് എഴുതി അവർക്ക് മറുപടിയായിട്ട്. പക്ഷേ ആ ഫൽസഫ ഓതി പഠിച്ച് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയിൽ ഇവിടെ കുറെ ആളുകൾ അപ്പോൾ അതിന് വളർന്നിരുന്നു. അവരായിരുന്നു അബൂ ഹമീദ് അൽ ഗസാലിയുടെ ഉസ്താദന്മാര്. അതുകൊണ്ട് തന്നെ പണ്ട് AP പറയാറുണ്ട്, ഒരു നരിയുടെ മാളത്തിൽ പ്രവേശിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര കൊട്ടിയാലും ഒരു 3-4 രോമൊക്കെ ബാക്കി ഉണ്ടാവുന്നല്ലേ. എന്ന മാതിരി ആ വൃത്തത്തിൽ കടന്ന് ദീന് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആശയങ്ങളെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ആദർശം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, എത്ര കഴുകിയിട്ടുണ്ടെങ്കിലും ആ ഫിലോസഫി ചിന്ത, ഇൽമുൽ കലാമിന്റെ ചിന്ത അത് ശേഷിക്കും. പറഞ്ഞു വരുന്നത് വ്യതിയാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിക ചിന്താ ലോകത്ത് വ്യതിയാനങ്ങൾ പലതാണ്. അതിൽ ഒരു വ്യതിയാനമാണ് ഇൽമുൽ കലാം സമ്മാനിച്ച വ്യതിയാനം. ഇൽമുൽ കലാം ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്ന് പലതും കടതെടുത്ത് എന്നിട്ട് വിശുദ്ധ ഖുർആന്റെ വചനങ്ങളെയും അതേപോലെ തന്നെ തിരുസുന്നത്തിലെ തിരുമൊഴികളെയും അവർ കൂട്ടിക്കുഴച്ചിട്ട് ദീൻ അവതരിപ്പിച്ച് എന്താ ഫലം കൊയ്തത്? അള്ളാഹുവിന്റെ മുറാദ് അനുസരിച്ച്, ഉദ്ദേശമനുസരിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവരണം അനുസരിച്ച് പൂർവസൂരികൾ മനസ്സിലാക്കിയതുപോലെ ദീൻ മനസ്സിലാക്കേണ്ടതിന് പകരം ചിന്തയുടെ സ്വാധീനത്തിലൂടെ, ബുദ്ധിയുടെ അളവുകോലിലൂടെ ദീൻ സ്വീകരിക്കുന്നതായ ദുസ്ഥിതിയുണ്ടായി. പൂർവികർ എന്തൊക്കെ സ്ഥാപിച്ചോ അതൊക്കെ പിൽക്കാലത്ത് ഈ ഇൽമുൽ കലാമിന്റെ ആളുകൾ അതിനെ വിഗണിക്കുന്ന, തള്ളി പറയുന്ന ദുസ്ഥിതിയാണ് ഉണ്ടായത്. ഇന്നും നോക്കി നിങ്ങൾ വിഷയങ്ങൾ പലതും എങ്ങനെ ഉൾക്കൊള്ളണത്? പലരും അത് ഞങ്ങളുടെ ബുദ്ധി കൊക്കണില്ല, അത് ഞങ്ങളുടെ ചിന്തക്ക് ചേർന്നതല്ല, അഭിരുചിക്ക് നിരക്കുന്നതല്ല എന്നാണ്. ഈ ബുദ്ധിക്ക് ഇന്ന് നിരക്കണില്ല എന്ന് പറയുന്നതും അഭിരുചിക്ക് ചേരണില്ല എന്ന് പറയുന്നതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിൽ നിന്ന് സ്വീകരിച്ചത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴികളായി സഹാബത്ത് സ്വീകരിച്ചത്. അവർക്ക് ബുദ്ധിക്കൊരു പ്രശ്നം ഉണ്ടായില്ല, അവരുടെ അഭിരുചിക്ക് നിരക്കാത്ത ഒന്നും അന്ന് ഉണ്ടായില്ല. അവർക്കൊന്നും ഇല്ലാത്തൊരു നിലപാട് പിൽക്കാലക്കാർക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അന്ന് ആലോചിച്ച് നോക്കൾ. അത് ഈ ഇൽമുൽ കലാമിന്റെ സംഭാവനയാണ്. അത് വരുത്തി വെച്ച വ്യതിയാനമാണ്. അള്ളാഹു എല്ലാവരെയും കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. നഊദു ബില്ലാഹ്. നമ്മൾ യഥാവിധം വിഷയങ്ങളെ പക്ഷവായന നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം അത് നമുക്കുണ്ടാകുക തന്നെ വേണം. അതില്ല എങ്കിൽ ഇത്തരം ആളുകൾ നമ്മളുടെ ആദർശത്തെ കവർന്ന് അവർ നമ്മളെ അപകടപ്പെടുത്തുന്നതായ സ്ഥിതിവിശേഷം ഉണ്ടാവുക. ഇവിടെ നേരത്തെ സ്വാഗത ഭാഷകൻ നബിദിനത്തിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലായില്ലേ? ഞാൻ നമ്മളുടെ ആദർശം കവരുന്ന, നമ്മളുടെ ദീൻ
ചോർത്തുന്ന ആ പ്രവണത, അതിൻ്റെ അപകടം മനസ്സിലാക്കാൻ കൂടിയാണ് ഞാനത്. നോക്കി നിങ്ങൾ, പിന്നെ ഇന്ന് ജന്മദിനാഘോഷം എന്ന പേരിൽ മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷത്തിൻ്റെ ദിവസമായിട്ടാണല്ലോ ജന്മദിനത്തെ അവർ കാണുന്നത്. പല മുസ്ലിമീങ്ങളും രാവിൽ വെച്ചേറ്റം അഫ്ദലായത് തിരുനബി ഭൂജാതനായ രാവു തന്നാ സാഹിബി. അതിൽ പിന്നെ ലൈലത്തുൽ ഖദറിനും പിന്നീട് ലൈലുൽ ജുമുഅത്തിനും എന്നാണ്. ആദ്യം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച രാവ്, പിന്നെ ലൈലത്തുൽ ഖദർ ഖൈറു മിൻ അൽഫി ഷഹർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ രാവ്, പിന്നെ വെള്ളിയാഴ്ച രാവ് എന്നാണ്. ഈ ഒരു മുൻഗണനാക്രമം ആരെ പഠിപ്പിച്ച്, ആരെ കൊണ്ടുവന്ന്? ഉബൈദികൾ, ഫാത്തിമികൾ മൗലവി പറഞ്ഞതുപോലെ ഇസ്ലാമിക നാടുകൾ ഭരിച്ചു. 4-ാം നൂറ്റാണ്ടിന്റെ 1-ാം പകുതി പിന്നിട്ട ശേഷം, 4-ാം നൂറ്റാണ്ടിന്റെ 1-ാം പകുതി പിന്നിട്ട ശേഷം ഹിജ്റയുടെ 350 ഇപ്പുറം ഉബൈദികൾ എന്ന പേരിലൊരു വിഭാഗം ഇസ്ലാമിക നാടുകളിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ഉബൈദികൾ, അവർ നബി കുടുംബവുമായി അവർക്ക് യാതൊരു ബന്ധമല്ല. ഇമാം ജഅഫർ സാദിഖിന്റെ ഒരു അടിമ, ആ അടിമയുടെ പിന്മുറക്കാരാണ്. ഇമാം ജഅഫർ സാദിഖിന്റെ ഒരു അടിമയുടെ പിന്മുറക്കാരാണ് ഉബൈദികൾ. അവരുടെ തറവാട് ചെന്നെത്തുന്ന അടിമകളിലേക്കാണ്. നബി കുടുംബമായിട്ട് അവർക്ക് യാതൊരു ബന്ധമല്ല. നബി കുടുംബത്തിന് അടിമവേല ചെയ്തിരുന്നു, ജഅഫർ സാദിഖിനും കുടുംബത്തിനും അടിമവേല ചെയ്തിരുന്നു അവരുടെ വല്യാപ്പ എന്നുള്ളതല്ലാതെ. ഈ അടിമകൾ അവരാണ് പിൽക്കാലത്ത് ഉബൈദികൾ എന്ന പേരിൽ ചരിത്രത്തിൽ പ്രസിദ്ധരാകുന്നത്. അവർ തങ്ങൾക്ക് ഫാത്തിമികൾ എന്ന് പേരിട്ടിട്ടുണ്ട്. എന്തിനാ ഫാത്തിമികൾ എന്ന് പേരിട്ടത്? അവർക്ക് മാർക്കറ്റിൽ നിലവാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. വ്യാജ നാണയങ്ങളാണ്, അത് ഒറിജിനലായിട്ട് പരിഗണിക്കപ്പെടാനാണ് ഫാത്തിമികൾ എന്ന മേൽവിലാസം അവർ തങ്ങൾക്ക് പേറിയത്. ഈ ഉബൈദികൾ അവർ നബി കുടുംബത്തിന്റെ പേരിൽ എന്ത് ചെയ്ത് അവരുടെ പ്രചരണങ്ങൾ നടത്തി. സ്വാഭാവികമാണ്, മനുഷ്യർ ഒക്കെ നബി കുടുംബത്തോടൊരു ചായവും നബി കുടുംബത്തെ ആദരിക്കുവാൻ വ്യഗ്രത കാണിക്കുന്നവരുമാണ്. ആ രീതിയിൽ അവർ മനുഷ്യ മനസ്സുകളെ കീഴ്പ്പെടുത്താൻ സാധിച്ചു. ഈജിപ്തിന്റെ ഭരണം അവർക്ക് കിട്ടി. പല കാരണങ്ങളൊരു കാരണം ഈജിപ്തിന്റെ ഭരണം അവർക്ക് കിട്ടി. മനസ്സിലായി? തികഞ്ഞ പിഴപ്പുകേടുകളും അതേപോലെ തന്നെ വൃത്തികേടുകളുമായിരുന്നു അവരുടെ മുഖമുദ്ര. ഉബൈദികൾ നബി കുടുംബത്തിന്റെ പേരിൽ ഈജിപ്തിൽ ഭരണം നടത്തിയ കാലഘട്ടത്തിൽ മക്കയിൽ ഒരു മീറ്റിംഗ് നടന്നത് ചരിത്രപ്രസിദ്ധാണ്. ഇമാം ഇബ്നു കസീറിനെ പോലുള്ളവർ, ഇബ്നുൽ ജൗസിയെ പോലുള്ളവരൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മക്കയിൽ നടന്ന മീറ്റിങ്ങിനെ കുറിച്ച്. അതിൽ നബി കുടുംബത്തിലെ മെമ്പർമാർ ആ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, ഖാദിമാർ ഇവരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ആ മീറ്റിംഗിൽ. എന്തിനാ മീറ്റിംഗ് കൂടി അറിയാം? നബി കുടുംബത്തിലെ മെമ്പർമാർ വരെ കൂടിയിട്ട് മീറ്റിംഗ് കൂടിയത്. ഉബൈദികൾ അവർക്ക് നബി കുടുംബമായിട്ട് ഒരു ബന്ധമല്ല, അവർ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ്. ആ മീറ്റിംഗിൽ തെളിഞ്ഞതെന്താ? അവർ കുഫാറുകളാണ്, അവർ സിന്ദീഖുകളാണ്, നിർമ്മതവാദികളാണ്, കപടന്മാരാണ്. അവർ അള്ളാഹു ഹറാമാക്കിയത് ഹലാലാക്കിയവരും അള്ളാഹു ഹറാമാക്കിയത് ഹലാലാക്കിയവരാണ്. അവർ വ്യഭിചാരം ഹലാലാക്കിയിട്ടുണ്ട്, മദ്യപാനം ഹലാലാക്കിയിട്ടുണ്ട്. അവർ സുന്നത്തിനെ പുച്ഛിച്ചവരും പരിഹസിച്ചവരുമാണ്. സുന്നത്തിന്റെ ഗ്രന്ഥങ്ങൾ കയ്യിൽ വെച്ചതിന് അവർ മനുഷ്യന്മാരെ കൊന്നിട്ടുണ്ട്. ദുഹ നമസ്കരിച്ചതിന്റെ പേരിൽ മനുഷ്യന്മാരെ കൊന്നിട്ടുണ്ട്. ഈ ഉബൈദികൾ ഈജിപ്റ്റ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർക്ക് ജുമയും ജമാഅത്തൊന്നുമില്ല. ആളുകൾക്കും ജുമയും ജമാഅത്തൊന്നും പ്രശ്നമല്ല. അഥവാ മിമ്പറിൽ കയറിയിട്ട് ഖതീബ് പ്രസംഗിക്കുമ്പോൾ അള്ളാന്റെ പേര് കേട്ടാൽ സുജൂദ് ചെയ്യാത്ത മനുഷ്യന്മാർ ഭരണം നടത്തിയിരുന്ന ഉബൈദി ഭരണാധികാരിയുടെ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിലൂടെ നടക്കുകയാണെങ്കിൽ അവിടെ സുജൂദ് ചെയ്യുമായിരുന്നാണ് ഭരണാധികാരിയുടെ പേര് കേൾക്കുമ്പോൾ. ആ വിധം ആളുകളെ കീഴ്പ്പെടുത്തിയ അധർമ്മകാരികളും അവിശ്വാസികളുമായിരുന്നു ഉബൈദികൾ. അവര് സാധാരണക്കാർ അവരിൽ നിന്ന് പിടുത്തം വിട്ടുപോണ ഒരു സ്ഥിതിവിശേഷം അരങ്ങേറിയപ്പോഴാണ് കുറെ മൗലൂദുകൾ ഉണ്ടാക്കിയത്. അവർക്കറിയാം ആളുകളെ, സാധാരണക്കാരെ പൊട്ടീസാക്കാൻ എന്താ വേണ്ടതെന്ന്. അങ്ങനെ ഫാത്തിമയുടെ പേരിൽ മൗലൂദ്, അലിയാരുടെ പേരിൽ മൗലൂദ്, നബിയുടെ പേരിൽ മൗലൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ തന്നെ ഹസൻ ഹുസൈൻ ഇവരുടെയൊക്കെ പേരിൽ മൗലൂദ്. ഇങ്ങനെ കുറെ മൗലൂദുകളെ അവരങ്ങോട്ട് എന്ത് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കി. അങ്ങനെയാണ് അവർ ദീനീ പരിവേഷമുള്ളവരാണ് എന്ന് വായിക്കപ്പെടുവാൻ അവർ ചില അഭ്യാസങ്ങൾ കാണിച്ചത്. മനസ്സിലായ? അത് ഉബൈദികളാണ് മൗലൂദ് തുടങ്ങിയത്.
പക്ഷെ ഉബൈദികളാണ് ഇത് തുടങ്ങിയത് എന്നുള്ളത് ലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉബൈദികളെ കുറിച്ച് അന്ന് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ പക്ഷാന്തരല്ല അവർ ഇസ്ലാമിക വൃത്തിന്ന് പുറത്തുള്ള സിന്ദീഖുകളാണ് എന്നുള്ളത്. അവർ അധർമ്മകാരികളായിരുന്നു. ഇമാം ഇബ്നുൽ ജൗസിയുടെ അൽ മുൻതദിം എന്ന് പറയുന്ന കിതാബ്, അതേപോലെ ഖതീബ് തിബ്രീസിയുടെ ഒരു താരീഖ് അല്ലെങ്കിൽ താരീഖ് അൽ ഖുതത്ത് എന്ന് പറയുന്ന കിതാബ്, അതേപോലെ ഹാഫിദ് ഇബ്നു കസീറിന്റെ അൽ ബിദായ വന്നിഹായ, ഇതിലൊക്കെ ഉബൈദികളുടെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കാൻ നിങ്ങൾ. അവരാണ് ഈ മൗലിദ് തുടങ്ങിയത് എന്നുള്ളത് മുസ്ലിമീങ്ങൾ നേരായി വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിമിനെയും കിട്ടൂല മൗലിദ് ആഘോഷിക്കാൻ, ഒരു മുസ്ലിമിനെയും കിട്ടൂല. കാരണം അത്രമാത്രം അവരുടെ ചരിത്രം വഷളമാണ്. അത്രമാത്രം ഹീനമാണ് അവരുടെ ചരിത്രം. മനസ്സിലായില്ലേ? പക്ഷേ നമ്മളൊക്കെ ഇന്ന് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? മൗലിദ് ആരാ ആഘോഷിച്ചെന്ന് നമ്മൾ അറിയപ്പെടുന്നത്? ആരാ ആഘോഷിച്ചെന്ന് അറിയപ്പെടുന്നത്? മലിക്കുൽ മുദഫർ ആഘോഷിച്ചെന്നാണ് അറിയപ്പെടുന്നത്. മനസ്സിലായില്ലേ? എന്ത് അതിൻ്റെ ചരിത്രം? എന്തുകൊണ്ട് അങ്ങനെ? ഈ മലിക്കുൽ മുദഫർ 4-ാം നൂറ്റാണ്ടുകാരനല്ല, പിന്നെയോ അദ്ദേഹം 6-ാം നൂറ്റാണ്ടുകാരനാണ്. മൗലിദ് തുടങ്ങിയത് 4-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിലാണ്. പിന്നെ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മലിക്കുൽ മുദഫർ മൗലിദ് ആഘോഷിച്ചത് എങ്ങനെ പ്രസിദ്ധമായത്? തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാരുടെ കവിതയിൽ കാണാം, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300-ന് ശേഷം വന്നതാ. അത് ഹിജറ 300-ന് ശേഷം വന്നതാ. പിന്നെന്താ വരി? മലിക്കുൽ മുദഫർ വീരനായ ഒരു രാജന, പിന്നെന്താ ധർമ്മിഷ്ഠനാണവൻ. ഏതായാലും പിന്നെ മലിക്കുൽ മുദഫറിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കണം നിങ്ങൾ, 3 നൂറ്റാണ്ടിന് ശേഷം വന്നാണ് എന്ത് മൗലൂദ് കഴിക്കൽ. അതാരാ തുടങ്ങിയത്? ഈ ഉബൈദികൾ. പിന്നെ ഇത് കഴിച്ച ആളെ കുറിച്ച് പറയണത് ഉബൈദികളെ കുറിച്ചല്ല പറയുന്നത്, പിന്നെ മലിക്കുൽ മുദഫറിനെ കുറിച്ചാണ് പറയണത്. മലിക്കുൽ മുദഫർ ഈജിപ്തിലല്ല ഇത് കഴിച്ചത്. മലിക്കുൽ മുദഫർ 6-ാം നൂറ്റാണ്ടുകാരനാണ്. അദ്ദേഹം ഇറാഖിലെ മൗസിലിനടുത്തുള്ള ഇർബൽ എന്ന് പറയുന്ന നാട് ഭരിച്ചിരുന്ന വ്യക്തിയാണ്. അയാൾ ഇതിനെ പുനഃപ്രതിഷ്ഠ നടത്തുക ചെയ്തത് അവിടെ. മനസ്സിലായില്ലേ? 3-ാം നൂറ്റാണ്ടിൽ ആര് തുടങ്ങി? എന്തേ പറയാതിരുന്നത്? 3-ാം നൂറ്റാണ്ടിൽ ആര് ഇത് ഉദ്ഘാടനം കഴിച്ചു? എന്തേ പറയാതിരിക്കണത്? എന്തിനാ നേരെ മലിക്കുൽ മുദഫറിന്റെ അങ്ങോട്ട് പോണത്? നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് പോയിട്ട് ഇത് പറയണത്? കാരണം 3-ാം നൂറ്റാണ്ടിൽ ഇത് ആര് കഴിച്ചു എന്നുള്ള ചരിത്രം മുസ്ലിമീങ്ങൾ നേർക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഒരു പഠനം നടന്നിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ ആളെ കിട്ടൂല. കാരണം ഇതിന്റെ ഉദ്ഘാടകർ അത്രമാത്രം ഹീനന്മാരും മോശക്കാരുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ദീനിനെ കുരുതി കൊടുക്കുന്നതിൽ അങ്ങനെ തന്നെ അടിവരയിട്ട് നമ്മൾ പറഞ്ഞാൽ അതിലൊരിക്കലും അതിശയോക്തിയിലെ തെറ്റൂല. വളരെ ഹീനമായ പ്രവൃത്തികൾ. കഅബം പൊളിക്കുവാൻ ഖറാമിത്തകൾക്ക് പ്രചോദനം ഈ ഉബൈദികളാണ്. ഇസ്ലാമിക ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ മനസ്സ് പെടഞ്ഞ് കരയുന്ന ചരിത്രമാണെന്ന് ഈ ഉബൈദികളും ഖറാമിത്തകളും ഇസ്ലാമിക നാടുകൾ ചെയ്തിട്ടുള്ളത്. അവർ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയത്, മുസ്ലിമീങ്ങളെ സ്ഥാനങ്ങളിൽ നിന്ന്, അഹ്ലുസുന്നയെ സ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കി അവിടെ വിമതസ്ഥരെയും അതേപോലെ തന്നെ അവരുടെ ആളുകളെയും ഒക്കെ നിയോഗിച്ചത്, അവർ സുന്നത്തിനെ ഇകഴ്ത്തിയത്, അഹ്ലുസുന്നയെ അപമാനിച്ച ചരിത്രങ്ങൾ മാത്രമല്ല, പിന്നെ ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ട് കഅബം പൊളിച്ചതുമായി ബന്ധപ്പെട്ട് കഅബത്തിന്റെ പരിസരങ്ങളെ നജസുകൾ കൊണ്ട് മലീമസമാക്കിയതുമായി ബന്ധപ്പെട്ടുള്ളതായ ചരിത്രങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. അതൊക്കെ ഇവരുടെ സംഭാവനകളാണ്. അവരാണ് ഇതിന്റെ ഉദ്ഘാടകർ. മനസ്സിലായില്ലേ? ഏതായാലും നമ്മളുടെ പിന്നെ ഒരു ഇവിടെ മൗലവി ഉണർത്തിയത് കൊണ്ട് ഞാൻ ആ ഒരു ഭാഗം പിന്നെ നിങ്ങളെ ഒന്ന് പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേൾപ്പിച്ചു എന്ന് മാത്രം. വ്യതിയാനം എന്നുള്ള വിഷയം കുറെ പിന്നെ ഭാഗങ്ങളിൽ കുറെ വിഷയങ്ങൾ നീണ്ടു കിടക്കുന്ന ഒരു വിഷയമാണ്. അതിൽ ഏതാനും കാര്യങ്ങൾ ഇവിടെ ഉണർത്തി എന്ന് മാത്രം. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖ് അള്ളാഹു നമ്മളെ എല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഒരു ആരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു മജ്ലിസിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തൊരുമിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തുണയും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മളോടൊപ്പം കൂടിയിരുന്ന പലരും
പരലോക യാത്രയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെത്തിപ്പെട്ട ഖബറിടങ്ങൾ അവരുടെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ പാർശ്വങ്ങളിൽ അള്ളാഹു ഖബറുകൾക്ക് വിശാലത നൽകുമാറാവട്ടെ. അവർക്ക് നിർഭയത്വം അള്ളാഹു കനിയുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ പലരും ഉണ്ടായിരുന്നു. പലരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ആഫിയത്ത് നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അഫുവും ആഫിയത്തും അവരിലും നമ്മളിലും അള്ളാഹു കനിയുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ മക്കളിൽ അള്ളാഹു നമുക്കെല്ലാം കൺകുളിർമ നൽകുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഇഹത്തിലും പരത്തിലും കൺകുളിർമയേറ്റി അള്ളാഹു അവരെയും നമ്മെയും ആദരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ. അല്ലാഹുമ്മ ഫർരിജ് ഹമ്മൽ മഹ്മൂമീന മിനൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഫർരിജ് ഹമ്മൽ മഹ്മൂമീന മിനൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ فرج هم المهمومين من المسلمين. اللهم أنجي المسلمين المستضعفين في كل مكان. اللهم أنجي المسلمين المستضعفين في كل مكان. اللهم أنجي المسلمين المستضعفين في كل مكان. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها حدودها وثغورها. اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.